സംസാരിക്കുന്നു. ഉസ്താദ് അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. വളണ്ടിയേഴ്സ് ശ്രദ്ധിക്കുക. നമ്മുടെ പ്രവർത്തകന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വരുന്ന ആളുകളെ ഈ സ്ഥലത്തിലേക്ക്, നമ്മുടെ സ്ഥലത്തിലേക്ക് പ്രത്യേകം അയച്ചിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒരുപാട് സീറ്റുകളുടെ ഒഴിവുണ്ടെന്ന് അറിയിക്കുന്നു. വാഹനങ്ങൾ തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ നമ്മുടെ വളണ്ടിയേഴ്സ് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പൊന്മള ഉസ്താദ്, CT ഉസ്താദ്, മറ്റ് സയ്യിദന്മാർ, ആലിമീങ്ങൾ, മുതഅല്ലിമുകൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വീകരിക്കട്ടെ. നമ്മളെ ഒരുമിച്ച് കൂടി ഒത്തുകൂടൽ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമ്മളൊക്കെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. അല്ലാഹുവേ ഖുൽആമിൽ അല്ലാഹുവേ ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉസ്താദുമാർക്ക് ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് സുൽത്താൻ ഉലമ നീ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ തണലിൽ ഞങ്ങൾക്ക് എത്തിത്തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് അവിടുത്തെ ഖിദ്മത്തിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മേഖലയിൽ എല്ലാ മേഖലയിലും നീ ഇൽമിന്റെ വെളിച്ചം നൽകണേ അല്ലാഹ്. ഈമാന്റെ വെളിച്ചം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മേഖലയൊക്കെ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. ഒരു മേഖലയിലും ഞങ്ങളിൽ ഒരാളെയും നീ വഷളാക്കുകയോ പരാജയപ്പെടുത്തുകയോ ചെയ്യില്ല അല്ലാഹ്. ഇവിടെ കൂടിയ മുഅ്മിനീങ്ങൾ, സ്വാലിഹീങ്ങൾ അവരുടെ വലുതുകൊണ്ട് ഞങ്ങളെല്ലാ മേഖലയിലും നീ വലിയ ഫത്ഹ് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇതൊക്കെയാണ് കൂടിയ നമ്മുടെ ലക്ഷ്യം. അല്ലാഹു അങ്ങനെയൊക്കെ ആക്കി തരട്ടെ. പാപം പൊറുക്കണം, നന്നാവണം, ആഖിറം വിജയിക്കണം. ഭൗതിക ലോകത്തോ മറ്റോ ഒരു വിഷമവും നമുക്കൊന്നും ഉണ്ടാകരുത്. അതിനാണ് നമ്മളൊക്കെ ഇങ്ങനെ കൂടുന്നത്. നിങ്ങളെ കൊണ്ട് നമ്മളീ പലവരെ കൊണ്ടും നിങ്ങൾ എന്നൊക്കെ ലക്ഷ്യത്തിൽ അങ്ങും ഇങ്ങും ഒരുമിച്ച് കൂടുന്നത് കൂട്ടായ്മയാണ്. അല്ലാഹു നമ്മൾക്ക് ഖൽബ് നന്നാക്കി തരട്ടെ. ലക്ഷ്യം മാറിയാൽ ഒന്നുകൊണ്ടും കാര്യമില്ല. ലക്ഷ്യം അടിപൊളിയാണെങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മെപ്പോലെ ഭാഗ്യവാന്മാർ ഈ ഭൂമിയിൽ വേറെ ആരുമില്ല. അല്ലാഹു നമ്മളെ ഖൽബ് നന്നാക്കി തരട്ടെ. ഇത്ര വലിയൊരു ലോകം, ഇത്ര വലിയൊരു ബന്ധം, ഒരു കൂട്ടായ്മ നമുക്ക് അല്ലാഹു നൽകിയെന്നത് വലിയ ഭാഗ്യമാകുന്നത്. നമ്മുടെ ശുദ്ധി, ഉദ്ദേശശുദ്ധി, ഖൽബ് അതനുസരിച്ച് അല്ലാഹു അത് നന്നാക്കി തരട്ടെ. അതില്ലെങ്കിൽ ഒന്നിലും കാര്യമില്ല. അതുണ്ടെങ്കിൽ ഏറ്റവും വലുത് നമ്മളിപ്പോ കൂടിയ ഈ സംഭവം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ. പിന്നെ മുന്നിൽ 2 കസാരവാക്യങ്ങൾ നേരത്തെ ഒരാൾ പറഞ്ഞു. അതിപ്പോ തൽക്കാലം ഫുള്ളാവൂല. കാരണം ഉസ്താദിന്റെ വരവ് കാണാൻ ഒരു വിഭാഗം അവിടെ കിടന്ന് ബേജാറായി. ഉസ്താദ് ആദ്യം ഞാൻ കാണും, അതിന്റെ മുമ്പ് ഞാൻ കാണുന്നുള്ള മത്സരമാണ് റോട്ടിൽ. അപ്പോൾ രക്ഷയില്ല. ഉസ്താദ് കണ്ട് വന്നാൽ പിന്നെ ഒരു കസാരം ബാക്കി ഉണ്ടാവില്ല. അങ്ങനെയാണ് അല്ലാഹുവിന്റെ സംവിധാനം. എന്താ ചെയ്യാൻ? അതിവിടെ നല്ല എവിടെ അങ്ങനെയാണ്. ഉസ്താദ് സ്ഥലത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഉസ്താദ് വന്നെത്തുന്ന സ്ഥലത്ത് ആരും ഉണ്ടാവില്ല. എത്തുന്നവരെ. കാരണം വരുന്ന സ്ഥലത്താണ് ആൾക്കാരൊക്കെ എങ്ങനെ റോഡിലൂടെ അങ്ങോട്ട് കിടത്തുക. അപ്പൊ റോഡ് വരുന്ന വാഹനത്തിൽ തൊടാൻ അവരെ ആഗ്രഹിക്കുന്നവരുണ്ടാവും. പോണ വഴിക്ക് ഞാൻ അതിന്റെ സൈഡിൽ ഇങ്ങനെ നിന്നിട്ട് അതിന് തൊട്ടടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുമെന്ന് വിചാരിക്കുന്ന കുട്ടികൾ വരെ ഉണ്ടാവും. അതിൽ മുസ്ലിമീങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇന്ന് ലോകമൊക്കെ മാറി. ഒരു കാലത്ത് നേരത്തെ CT ഉസ്താദ്, CT എന്നുള്ള രണ്ടും കൂടി ആയതുകൊണ്ട് ഞാൻ ആകെ അല്ലാഹുവൊക്കെ മദത് നമുക്ക് തരട്ടെ. പൊരുത്തവും നമുക്ക് തരട്ടെ. ഇവരൊക്കെ നമ്മൾ ഉസ്താദുമാരാണ്. ഇവരൊക്കെ ഇരിക്കുമ്പോൾ പൊതുവെ ഞാനൊരു സദസ്സിൽ ഇങ്ങനത്തെ സദസ്സിൽ എനിക്കലെന്നില്ല. പന്മറസ്താദൊക്കെ സുബ്ഹാനല്ലാഹ് വലിയ ആലിമ്യങ്ങളും ഉസ്താദുമാരും അല്ലാഹുവൊക്കെ പൊരുത്തവും നമുക്ക് തരട്ടെ. അതിലൊരു മുതഅല്ലിമായ എന്നോട് 2 വാക്ക് പറയടാന്നുള്ളത് ഒരു പറഞ്ഞപ്പോ അത് കേട്ട് ഞാൻ 2 വർത്തമാനം പറയണം. അതാണ് എന്റെ സത്യം.
അപ്പൊ എന്തോന്ന് പറഞ്ഞു പോയി നമ്മളൊരു കാര്യം ഉസ്താദിനെ സംബന്ധിച്ച് പറയാ. നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ ശുഹദാവിന്റെ കൂലി ലഭിക്കുമെന്ന്. ഉസ്താദിന്റെ ആരോപണങ്ങളുടെ ആഴം അറിയുന്ന ഒരാൾക്ക് നേരത്തെ ഉസ്താദ് പറഞ്ഞതിന്റെ എത്ര ഫിറ്റാണ് പറഞ്ഞത്. ഉസ്താദിന് നേരെ വരുന്ന ആരോപണങ്ങൾ, അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് നടക്കുന്ന അങ്ങാടി ചർച്ചകൾ, അതിലാരും പങ്കെടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഗ്യാപ്പിൽ കയറാൻ ആർക്കും ഇഷ്ടം. ഉസ്താദിന് എല്ലാവർക്കും വേണം. എന്നാ പറ്റിയ ഗ്യാപ്പിലൊക്കെ പരമാവധി പറയാൻ പറ്റുന്നവർക്കുള്ള എല്ലാവരും പറയുകയും ചെയ്യും. മുത്തുപേരങ്ങൾ തങ്ങന്മാര് ഇതൊക്കെ നമുക്കൊരു സന്തോഷവും സമാധാനവും. നമ്മളെല്ലാ മേഖലയിലും നിലനിൽപ്പും അതിനകത്ത് സയ്യിദന്മാരും ആലിമ്യങ്ങളും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അന്നരായ റയീസ് സാഹിബ് നമ്മുടെ സദസ്സിലെത്തിയിട്ടുണ്ട്. AK അബ്ദുൽ ഹമീദ് സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും 1000 സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ ഈ മഹത്തായ സമ്മേളനത്തിന്റെ മുഖ്യ അധ്യക്ഷന് കൂടിയാണ് സയ്യിദ് മുത്തുക്കോയ തങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത് വ്യക്തമായ ലക്ഷ്യബോധത്തിൽ നടന്നു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് പുറപ്പെടുന്ന സമയത്ത് തടസ്സങ്ങൾ മുമ്പിലുണ്ടെങ്കിൽ ലക്ഷ്യബോധമുള്ള ഒരു പ്രവർത്തനം പ്രതിബന്ധങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നതാണ് സത്യം. ലക്ഷ്യബോധമില്ലാത്തൊരു വിഭാഗം ആളുകൾ അവരുടെ യാത്രയിൽ എന്താണോ അവരുടെ തടസ്സം അത് അവരുടെ ലക്ഷ്യമായി മാറും. അവരുടെ മുമ്പിൽ ഇന്ന് വന്നിരിക്കുന്ന തടസ്സം എന്താണോ അത് ലക്ഷ്യമായി മാറുകയും ആ തടസ്സത്തിൽ ലയിക്കുകയും അവരോട് തോളു ചേർന്നിരിക്കാൻ, അതാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന ഭൗതിക ലോകത്ത് പെട്ടുപോയ നശ്വര നൈമിഷിക സുഖങ്ങളാണ് എല്ലാം എന്ന് തെറ്റിദ്ധരിച്ച ഏത് സംഘടനയുടെയും ഏത് നേതൃത്വത്തിന്റെയും ഏത് പ്രവർത്തകന്റെയും അവസ്ഥ ഇതാണ്. വ്യക്തമായ ലക്ഷ്യത്തിൽ നാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ആരോ നമ്മെ പരിഹസിച്ചു, എന്നിട്ട് പറഞ്ഞു, നീ അങ്ങോട്ട് പോയാൽ അവിടെ ഇങ്ങനെ ചെയ്യും, നീ പോയി കഴിഞ്ഞാൽ അവിടെ ഇത്രയും വലിയ തടസ്സങ്ങൾ ഞങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെയാണ് ലോകം, ഇതിനു മുന്നിൽ നീ തലകുനിക്കലാണ് നല്ലതെന്ന് പറഞ്ഞ് ഗർജിക്കുന്ന വലിയ വിപ്ലവകാരികളെ കാണുമ്പോൾ പഠിച്ചോനെ ഇവരായിട്ട് ഇപ്പൊ കച്ചവടക്ക് നിന്നാ മുന്നോട്ട് പോകില്ല. നമ്മുടെ നാട്ടിലൊക്കെ അതുണ്ട്. നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു വിഷയം തീരുമാനിച്ച് ഒരു ബിസിനസ് തീരുമാനിച്ചുകൊണ്ട് ഒരു ചെറിയ ചെറുപ്പക്കാരൊക്കെ ഒരു അങ്ങാടിയിലേക്ക് പോയി. ആ അങ്ങാടിയൊക്കെ ഫസ്റ്റ് ഉദ്ഘാടനത്തിന് പോയപ്പോ തന്നെ ആരോ ഒന്ന് പറഞ്ഞു, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ വിവരം ശരിക്കാണ് മനസ്സിലാക്കും, ഇതെനിക്ക് മനസ്സിലായിട്ടില്ല, ഇത് നിന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നെ കൊണ്ട് കഴിയണ പരമാവധി നിന്നെ എല്ലാ കോലത്തിലും ഞാൻ കൂട്ടുകൂടാന്ന് ഒരാൾ ചൂട്ട് പറഞ്ഞേക്കോ. ചില ബിസിനസ്സിന് പോകുന്ന ആളുകളൊക്കെ അച്ചറ ചോറ ആവശ്യമില്ലാത്ത കണക്കുണ്ട്. ഇനിയിപ്പോ നമ്മളിവിടെ പരിപാടി നടത്തി, ഇനിയിപ്പോ ഞാൻ ഈ ഷോപ്പ് തുറന്ന് ഒക്കെ ഒന്ന് ഉഷാറായാൽ തന്നെ ആ പഹയൽ ഇവിടെ തൊട്ടടുത്തന്നല്ലേ. ഈ ഷെറ് എപ്പോഴും സഹിക്കണ്ടേ? ഞാനില്ല, കടപൂട്ടി ഉദ്ഘാടനം വേണ്ടെന്ന് വെച്ച് മറ്റൊരു നാട്ടിലേക്ക് കുടിയേറി പാർക്കുന്ന ആളുകൾ ഒരു പക്ഷേ ബിസിനസ് ലോകത്തുണ്ടായേക്കാം. ഇതുപോലെ മതത്തെ ബിസിനസ്സായി മാറ്റിയ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന സമയത്ത് നടക്കുന്നതൊക്കെ ഈ താൽക്കാലിക സുഖത്തിന് വേണ്ടി മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചവർ ഒരു പക്ഷേ ചില ഘട്ടങ്ങളിലൊക്കെ വഴിമാറി കൊടുക്കാറുണ്ട്. ചില ആളുകൾക്ക് മുമ്പിൽ തലകുനിക്കാറുണ്ട്. ചില വിപ്ലവകാരികളുടെ പ്രഭാഷണങ്ങൾ കേട്ട് വിറക്കാറുണ്ടെങ്കിൽ ഇല്ല, ലക്ഷ്യബോധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു പുത്തിരിയല്ല. ആയിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കില്ലായിരുന്നു, നമുക്കിവിടെ കൂടാൻ കഴിയില്ലായിരുന്നു. ഒരു മുസ്ലിമിന് ഈ ലോകത്ത് സുജൂദ് ചെയ്യാൻ ഒരു പള്ളി പോലും ഉണ്ടാകില്ലായിരുന്നു. ഇവിടെ പഠിപ്പിക്കുന്ന മദ്രസകൾ പൊന്തില്ലായിരുന്നു. നമുക്കാർക്കും ഇവിടെ സ്വാതന്ത്ര്യം ലഭിക്കില്ലായിരുന്നു. ഒരു ഘട്ടം, ഒരു പ്രശ്നം വരുമ്പോ, വിപ്ലവം വരുമ്പോ ഇനിയിപ്പോ ഈ ചുണക്ക് ഞാനില്ല. ഇതൊരു മതത്തിന്റെ പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥതയുള്ളവന്റെ വാചകമല്ല. ഇതൊക്കെ ഞാൻ പറയുന്നത് അമ്പിയാക്കന്മാരുടെ ചരിത്രം പറഞ്ഞ് പഠിച്ചു മനസ്സിലാക്കിയ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആരാണ് അനന്തരാവകാശികൾ എന്ന് തിരിച്ചറിയാൻ
ചരിത്രം മതി, ചരിത്രം മതി. ഒന്ന് പിറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ചരിത്രം നമുക്ക് പറഞ്ഞു തരും. തീർച്ചയായും അമ്പിയാക്കന്മാരുടെ സർവ്വചരിത്രവും ഉൾക്കൊള്ളുക. അതിന്റെ ശേഷം കേരള ചരിത്രം മാത്രം പഠിക്കുക. എന്തൊക്കെ ഘട്ടങ്ങൾ ഇവിടെ കഴിഞ്ഞുപോയി, ഇവിടെ എന്തെല്ലാം സംഭവിച്ചു. ഉസ്താദിന്റെ ഈ ജൈത്രയാത്രയുടെ പഠനം നടത്തി കഴിഞ്ഞാൽ തുടക്കം മുതലുള്ള അവിടുത്തെ യാത്ര ഓരോ പടിയും മാഷാ അല്ലാഹ് അവിടുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാ ഘട്ടങ്ങളെയും സ്വീകരിച്ചു എന്നത് തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ്. പൊട്ടിക്കരഞ്ഞ് സ്വീകരിക്കേണ്ട രംഗമുണ്ടായിട്ടുണ്ട്, തളർന്ന് വീഴേണ്ട ഘട്ടം വന്നിട്ടുണ്ട്. 10,000 ആളുകൾ ഒരുമിച്ച് നിൽക്കുമ്പോഴും ഒരൊറ്റ വാർത്ത കൊണ്ട് മുഴുവൻ ആളുകളും തിരിഞ്ഞോടേണ്ട ഘട്ടത്തിൽ ഒറ്റക്ക് നിന്ന് നിറപുഞ്ചിരിയോടെ ജീവിച്ചിട്ടുണ്ട്. ചില വരികൾ ഉസ്താദിനെ കുറിച്ച് ഒരുപാട് വരികളോടെ ഉണ്ട്. ആ വരികൾ പറഞ്ഞവരിൽ വലിയ സാഹിത്യകാരന്മാരുണ്ട്, വലിയ ചിന്തകന്മാരുണ്ട്, വലിയ മതപണ്ഡിതന്മാരുണ്ട്. എല്ലാവരും ഉസ്താദിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം കേൾക്കാൻ മാത്രമുള്ള സമയം നമുക്കില്ല. പിന്നെ ഈ ഇത്തിക്കണ്ടികളുടെ ആരോപണം ശ്രദ്ധിക്കാൻ നമുക്കിവിടെ സമയം. ഉസ്താദിന്റെ മതഹ് പറഞ്ഞതും ഉസ്താദ് ഇവിടെ ചെയ്തു വെച്ചതും ഉസ്താദ് ഉണ്ടാക്കിയ പള്ളിയൊക്കെ ഒന്ന് മൊത്തം സിയാറത്ത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ മരിക്കാനോ. ഉസ്താദ് ഇവിടെ ഉണ്ടാക്കി വെച്ച പള്ളിയൊക്കെ ഒന്ന് കണ്ട് അതിന്റെ ഒറ്റ പള്ളിയൊക്കെ ഒന്ന് നടന്ന് പിന്നെ അടുത്ത പള്ളി എവിടെയുള്ളത് അവിടെ ഒന്ന് പോയി എല്ലാ പള്ളിയും പരിസരമൊക്കെ ഒന്ന് നോക്കി ഒന്ന് വീഡിയോ പിടിച്ച് വരുമ്പോൾ തന്നെ ഒരാളെ ഒമ്പത് കഴിയും. പിന്നെ ഈ നന്മ കണ്ട് തീർന്നിട്ടല്ലേ ആരോപണങ്ങളിലേക്ക് ചെവി കൊടുക്കാൻ ഒരു പ്രവർത്തകന് സമയം ഇല്ല. ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല. നിറപുഞ്ചിരിക്കും മുന്നിൽ വഴിമാറും ഞാൻ ചില ഘട്ടങ്ങളിലൊക്കെ ഉസ്താദുകൾ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം. ഈ സദസ്സിൽ ഞാൻ എന്ത് പറഞ്ഞാലും പറ്റാവില്ല. അങ്ങനെയുണ്ട്. ഉസ്താദിനെ വരുമ്പോൾ ഞാനിപ്പോ വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉസ്താദിനെ പറ്റി വല്ലതും പറയുകയാണെങ്കിൽ പറയും, ഉസ്താദിനെ പറ്റി വല്ലതും പറയുകയാണെങ്കിൽ പറയുന്നുള്ളതാണ് നമ്മുടെ മനസ്സ്. അല്ലാഹു സ്നേഹിച്ചു തരട്ടെ. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ വിജയത്തിന്റെ മാനദണ്ഡം. നിറപുഞ്ചിരിക്കു മുന്നിൽ വഴിമാറും ക്രോധഭീതി. ഞാൻ മർക്കസിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു വരി വല്ലാതെ എന്നെ ഇഷ്ടപ്പെടുത്തി അറിയാം. അവിടുത്തെ നിറപുഞ്ചിരി കാണുമ്പോൾ ശത്രുക്കളൊക്കെ അതും ഇതൊക്കെ പറഞ്ഞിങ്ങനെ നിന്നിട്ട് ആ വല്ലാത്തൊരു വെളിച്ചം അത് പ്രത്യക്ഷപ്പെടുമ്പോൾ എത്രയും ഞാൻ പറഞ്ഞിനെ ആരെപ്പറ്റിയപ്പോ ഞാൻ പറഞ്ഞത് ശത്രുക്കളെ കൊണ്ട് അടുത്തു തെറ്റിദ്ധരിച്ചതൊക്കെ ഒന്ന് അടുത്തിരുന്ന ഒന്നും പറയേണ്ട ഒരു തിരുത്തും. എല്ലാ മേഖലയിലും അൽഹംദുലില്ലാഹ് ഓരോ പടിപടിയായി ഉസ്താദ് ഓരോ മേഖലയിലും ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ലക്ഷ്യബോധമുള്ള ഒരു സുഹൃത്തിന് മുന്നിൽ കാണുന്നതൊക്കെ വകഞ്ഞു മാറ്റി യാത്ര ചെയ്യാൻ കഴിയണം. തിരമാലകളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. അതല്ലെങ്കിൽ ഇവിടെ ദീനുമായി മീൻ കൊണ്ട് നടക്കാതെ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാ പത്രവും മതിലും പറയാം, എല്ലാ പത്രത്തിലും മതിലും എവിടെ ചെന്നാലും എല്ലാവരും മതിലും. പിന്നെ പ്രവർത്തിക്കാൻ ഇവിടെ എല്ലാവരും ഉണ്ടാവില്ല. എല്ലാവരും ഓടാൻ പോകും. നിങ്ങളെന്താ വിചാരിച്ച ഒറ്റ കുട്ടീനെ ഇവിടെ നാട്ടിൽ കിട്ടില്ല. എല്ലാവരും പള്ളി പോകും. ഉസ്താദവറുകൾ ഒരു കാലത്ത് ദർസിൽ പഠിക്കുന്ന സമയത്തൊന്നും ഇതൊന്നും ആരും ഈ വീഡിയോ ഒന്നും കാണിച്ചു കൊടുത്തിട്ടില്ല. ഉസ്താദ് ഇത് വരാൻ പോകുന്ന നിങ്ങളുടെ ആൾക്കൂട്ടം, നിങ്ങളുടെ ജനങ്ങൾ അറിയില്ല. അന്ന് എന്തിനു വേണ്ടിയായിരുന്നു ആ മുതഅല്ലിം പള്ളിയിലേക്ക് പോയിരുന്നത്? അന്ന് എന്തിനു വേണ്ടിയായിരുന്നു ഈ ദീനീ പ്രബോധനത്തിന് വേണ്ടി ഉസ്താദുമാരുടെ വാക്കുകൾ അനുസരിച്ച് പള്ളിയുടെ ചാലിയം പള്ളിയുടെ ഉള്ളിലിരുന്നു കൊണ്ട് ഗ്രന്ഥങ്ങൾ ഓതി പഠിച്ചിരുന്നത്? അന്ന് എന്തിനായിരുന്നു കോളേജിലേക്ക് പോയിരുന്നത്? ഇതെല്ലാം അന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റിയതായിരുന്നു? ഇല്ല. ഉസ്താദിന്റെ പഴയ ചരിത്രം നാം പഠിക്കണം. ഉസ്താദിന്റെ വീടിനെ കുറിച്ച് പഠിക്കണം. ഉസ്താദിന്റെ സാഹചര്യങ്ങളെ കുറിച്ച് പഠിക്കണം. ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല. അങ്ങനെ പണ്ഡിതന്മാർക്കിടയിൽ ഇരുപ്പുറപ്പിക്കുക എന്നത് കേവലം ഒരു ചിന്തകന് കഴിയില്ല, ഒരു എഴുത്തുകാരന് കഴിയില്ല. എത്ര വിപ്ലവം സൃഷ്ടിച്ചവനും പണ്ഡിതന്മാർക്കിടയിൽ വന്ന ഏത് രാഷ്ട്രീയക്കാരനും എത്ര കഴിവുള്ളവരും സൈഡാക്കേണ്ടി വരും. തൽക്കാലം അവർക്ക് എന്തെങ്കിലും ജാഥ പറയാന്നല്ലാതെ ഈ സീറ്റ് അവർക്ക് കിട്ടില്ല. ഉലമാവിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാം. പണ്ഡിതന്മാരുടെ ഹൃദയത്തിൽ ഉസ്താദിനെ സമർപ്പിച്ചു. ഉസ്താദിന്റെ തുടക്കം അങ്ങനെ മുതഅല്ലിമീങ്ങൾക്കിടയിൽ ഖൽബിൽ മുതഅല്ലിമായിരുന്ന കാലത്ത് ഇടം പിടിച്ചിട്ടുണ്ട്. ഉസ്താദിനെ പഠിപ്പിച്ചു കൊടുത്തിരുന്ന ഗുരുനാഥന്മാരായ ഔലിയാക്കളായ മഹാന്മാരുടെ ഖൽബിൽ ഉസ്താദിന് ഇടമുണ്ടെന്നത് ഉസ്താദിന്റെ കൂടെ ജീവിച്ച മുഴുവൻ ആളുകൾക്കും
ഒത്തു പറയാനുള്ള സത്യമാണെങ്കിൽ അവിടെ നിന്ന് തുടങ്ങുന്നു ഉസ്താദിന്റെ യാത്ര. ഗുരുനാഥന്മാരുടെ, മാതാപിതാക്കളുടെ, നാട്ടിലെ കാരണവന്മാരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ആ കാലത്ത് ഉസ്താദിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ചെറുപ്പത്തിൽ ഉസ്താദുമായി ബന്ധപ്പെട്ട മുഴുവൻ സംഘടനാ പ്രവർത്തകർക്കും ഉസ്താദ് ഒരു വലിയ സംഭവമായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ അടുത്ത പ്രദേശത്ത് നടന്ന കൊട്ടപ്പുറം സംവാദത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് ഒരു സംവാദം എന്നതിലെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഏതാണ് ആ കാലഘട്ടം, ആ സംവാദം നടന്ന സമയം ഏതാണ്, ആ നാലൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട്, അത് എന്തൊക്കെ വിപ്ലവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എത്ര സംഘടനാ പ്രവർത്തകർ, എത്ര മുതലീസന്മാർ, എത്ര ഉലമാക്കൾ ഈ കേരളക്കരയിലുണ്ട്. കേരളക്കര കണ്ട ഏറ്റവും വലിയൊരു സംവാദത്തിന് നേതൃത്വം കൊടുക്കാൻ ഉസ്താദിനെ പറഞ്ഞേക്കാൻ ആരൊക്കെയാണ് നേതൃത്വം കൊടുത്തത്? ഉസ്താദിനോട് മുന്നിലേക്ക് നിന്നോളൂ, നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറയാൻ ആരൊക്കെയാണ് പിന്നിൽ നിന്നത്? അന്നാരെങ്കിലും പറ്റില്ലെന്ന് പറഞ്ഞോ, കഴിയില്ലെന്ന് പറഞ്ഞോ, മാറാൻ പറഞ്ഞോ? ഇല്ല. എന്തുകൊണ്ടില്ല? മാറിയാ പിന്നെ വേറൊരാൾ കയറണ്ടേ, മാറിയാ പിന്നെ മറ്റൊരാൾ കയറണ്ടേ? ഇത് വേറെ ആളില്ല, പിന്നെ പറയുന്ന എനിക്ക് ഇരിക്കാതെ ഇനിയില്ല. ഇത് ഞാൻ എന്തിനു പറയുന്നു? അന്നത് നടന്നെങ്കിൽ ആ സമയത്ത് ഉസ്താദിന്റെ പാണ്ഡിത്യത്തിൽ, ഉസ്താദിന്റെ ധൈര്യത്തിൽ, ഉസ്താദിന്റെ സമർത്ഥന മേഖലയിൽ മറ്റുള്ള ഉലമാഇന്റെ ഹൃദയത്തിലുള്ള ബന്ധമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഉസ്താദാണെങ്കിലും ആ ഭാവങ്ങൾ എല്ലാവരും നമ്മുടെ ഉസ്താദിന്റെ സദസ്സിനെ നമുക്ക് എല്ലാവരും കിട്ടും, ഉസ്താദിനെ കിട്ടും, നമുക്ക് എല്ലാവരും കിട്ടും. അങ്ങനെയാണ് ഉസ്താദിനെ കൂടെ നിന്നിട്ട് എല്ലാവരും കിട്ടും. അല്ലാഹു ആഖിറത്തിൽ ആ കൂട്ടത്തെ നമ്മൾ പെടുത്തി തരട്ടെ. ആ കൂടെ നിന്നിട്ട് നമുക്ക് കഴിച്ചിലാവണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സന്തോഷം എല്ലാവരും അല്ലാഹു ദുർഗാഫിയത്തോട് കൂടെ വെക്കും. അത് അല്ലാഹു നമുക്ക് തരട്ടെ, കൊടുത്തും കൊടുത്തും തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉസ്താദിന്റെ വരവ് എന്ന നിലയ്ക്ക് ഉസ്താദിനെ കുറിച്ച് രണ്ടു വാക്ക്. ഉസ്താദ് വരുന്നോളം പറഞ്ഞു എന്നോട് പറഞ്ഞിരുന്നു, അതാണ് ഞാൻ തുടങ്ങിയത്. സംഗതി ഇത്തരം ഉലമാക്കളെ കിടക്കുമ്പോൾ അവര് പറയലാണെന്ന് യോജിച്ചു. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉലമാത്തിന്റെ ഹൃദയത്തിൽ ഇനി പോട്ടെ, ഉസ്താദ് ജീവിച്ചിരുന്ന കാലത്ത് ഈ കേരളക്കരയിൽ ആരെല്ലാം വിലായത്തിന് അഹിതകാരാണെന്ന് ഈ കേരളത്തിൽ രൂപമൊന്നുമില്ലാതെ തന്നെ സമ്മതിച്ചിരുന്ന, എല്ലാവരും അംഗീകരിച്ചിരുന്ന ഏതൊക്കെ ഔലിയാക്കൾ ഈ ഭൂമിയിൽ ഈ കേരളക്കരയിൽ ഉസ്താദിന്റെ ജീവിതകാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ ആ മുഴുവൻ ഔലിയാക്കൾക്കും ഉസ്താദിനോട് ഇഷ്ടായിരുന്നു. എന്താണ്, എന്താ സംഭവം? അവർ ഈ ലോകത്ത് നിന്ന് വില പറയുന്നത് വരെ ഉസ്താദിന്റെ മദ്ഹ് പറഞ്ഞ സംഭവമേ, ചരിത്രമേ ഈ കേരളക്കരയ്ക്ക് പരിചയമുള്ളൂ. ഇങ്ങനെ ഇടം പിടിക്കാൻ പ്രയാസമുള്ളിടത്തൊക്കെ ഉസ്താദ് ഇടം പിടിച്ചു. ഇനി ചില ഇത്തിക്കണ്ണികൾ, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതോ ചില ആളുകൾ അങ്ങോ ഇങ്ങോ നോക്കുന്നത് സാരല്ല, ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു കുഴപ്പം. ഇടം പിടിക്കാൻ ആത്മാർത്ഥതയുള്ള ഒരു പ്രവർത്തകനെ മാത്രം ഇരിക്കാനുള്ള ഒരവസരമേ പണ്ഡിതർക്ക് ഇടയിലുള്ളൂ. സുന്നത്ത് ജമാഅത്തിന്റെ ഹൃദയങ്ങൾക്കിടയിൽ ആത്മാർത്ഥമില്ലാത്ത ഒരാൾക്ക് ഇരിക്കാൻ കഴിയില്ല, പൊരുത്തമില്ലാത്ത ഒരാൾക്ക് ഇരിക്കാൻ കഴിയില്ല, പൊരുത്തമില്ലാത്ത ഒരാൾക്ക് ഇരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ആ എത്രയും വലിയ ആരും പേടിക്കുന്ന, ആർക്കും കഴിയാത്ത മേഖലയിൽ ഉസ്താദ് ഇരുന്നു. ഇന്ന് ഈ വാക്കുകൾ ഞാൻ പറയുമ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലാത്തൊരു ലോകം ഇവിടെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. ലോകരാജ്യങ്ങൾ മുഴുവൻ ഉസ്താദിനെ അംഗീകരിച്ചു. ഇത് സംഭവമൊന്നുമല്ല. കേരളത്തിലെ ഉലമാക്കൾ, ഈ കേരളത്തിൽ ഉസ്താദ് ജീവിച്ചിരിക്കുന്ന ഈ നാട്ടിൽ ഉസ്താദിനെ ഔലിയാക്കളുടെയും ഉലമാക്കളുടെയും ഉസ്താദിന്റെ മാതാപിതാക്കളുടെയും ഗുരുനാഥന്മാരുടെയും കൽവിൽ ഉസ്താദിന് കിട്ടിയ വിലയും കൊടുത്തുവാണ് അതിന്റെ മാനദണ്ഡം. അതുണ്ടാക്കി നടത്താണ് ഇവിടെ പലവരും പരാജയപ്പെട്ടത്. അവിടെയാണ് ഇവിടെ പല അപകടങ്ങളും പിടഞ്ഞത്. ബുദ്ധിയില്ലാത്ത ഉള്ളവർ ഇല്ലാഞ്ഞിട്ടല്ല, എഴുത്തുകാരില്ലാഞ്ഞിട്ടല്ല, പ്രഭാഷകരില്ലാഞ്ഞിട്ടല്ല, പല ഘട്ടങ്ങളിലും വളരെയധികം വലുതായി വന്നവരിവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്ത് സംഭവിച്ചു? എന്താണ് ഇവിടെ സംഭവിച്ചത്? ചരിത്രം പഠിക്കുമ്പോൾ അദബ്, സുബ്ഹാനല്ലാഹ്, സയ്യിദന്മാരും മുഴുവനും കൈകോർത്ത് പിടിച്ചു കൊണ്ട് നടക്കാൻ ഉസ്താദിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഭൗതിക ലോകം ഒന്നടങ്കം തിരിഞ്ഞു നിന്നാലും ഗർജിക്കുന്ന സിംഹമായി ഈ ലോകത്ത് ഇന്നും മുന്നോട്ട് പോകാത്ത ഉസ്താദവർക്ക് കഴിയുന്നതെന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ഒരു ലക്ഷ്യബോധമുള്ള പ്രവർത്തകൻ, ഒരു ലക്ഷ്യബോധമുള്ള പ്രബോധകൻ, ലക്ഷ്യബോധമുള്ള ഒരു പണ്ഡിതൻ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന ഇതൊക്കെ ഒരു വിലയും കൊടുക്കാതെ മുന്നോട്ട് പോകാൻ ഉസ്താദിന് കഴിയും എന്നതാണ് സത്യം. അതുകൊണ്ടാണ് ഉസ്താദിനെ ലോകം അംഗീകരിച്ചത്.
അല്ലാതെ ലോകം അംഗീകരിച്ചപ്പോൾ നമ്മളൊക്കെ പുത്രത്തിലാണെങ്കിലേ അത് വിചാരിക്കരുത്. ലോകമൊന്നും അറിയാത്ത കാലത്ത് ഈ ഉസ്താദുമാർ, പ്രവർത്തകർ, സാധുക്കൾ ഉസ്താദിന്റെ കൂടെയുണ്ട്. പിന്നീട് അറിഞ്ഞതാ ലോകം. ചുരുക്കത്തിൽ ഞാൻ നിർത്തുമ്പോൾ പറയുന്നത്, ഉസ്താദ് അങ്ങനെയായി. ഉസ്താദ് ആരെ സ്നേഹിച്ചിട്ടാണ് ഉസ്താദിന്റെ സമൂഹം സ്നേഹിച്ചത്? ഉസ്താദ് ആരെ ലക്ഷ്യം വെച്ചതുകൊണ്ടാണ് ഉസ്താദിനെ ജനങ്ങൾ ലക്ഷ്യം വെച്ചത്? ഏത് പ്രവർത്തനത്തിലും അല്ലാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്നതുകൊണ്ട് ഉസ്താദിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിനുള്ള സ്നേഹം ഇടം പിടിച്ചതുകൊണ്ട് പതിനാവിൽ ഉസ്താദിന്റെ ബാധ്യതകൾ നമുക്കറിയുമോ? ഏറ്റവും സുഖഭോഗത്തോടുകൂടി ജീവിക്കാനുള്ള ഹോസ്റ്റലുകളിൽ ഉസ്താദ് താമസിക്കുന്ന സമയത്ത് പാതിരാക്ക് 3-3:30-4 മണിയാകുമ്പോൾ ഉസ്താദ് സ്വയം എഴുന്നേൽക്കാറുണ്ട്. അവിടുത്തെ ഹജ്ജ് നിസ്കരിക്കാറുണ്ട്. ദിനേന നടക്കുന്ന വിരുന്നുകളൊന്നും മുടങ്ങാറില്ല. ഇന്നും അങ്ങനെയാ ജീവിക്കുന്നത്. അല്ലാഹുവിന്റെ ഖൽബിൽ കൊണ്ട് നടക്കുന്നു. ഏത് ഘട്ടങ്ങളിലും ആര് പതറുമ്പോഴും ഉസ്താദ് പുഞ്ചിരിച്ചിങ്ങനെ വരും. ഉസ്താദിന്റെ ആരോപണങ്ങൾ കേട്ട് നമ്മളൊക്കെ വേജാറാവുമ്പോഴാണ് ഉസ്താദിനെ തിരിച്ച് തേജിൽ വരുന്നത്. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. ഈ ഹിമ്മത്ത് ഇവിടെ നിന്ന് കിട്ടി. ഹിമ്മത്തിൻ ഭാഗ്യഫലമോ, ഹിമ്മത്തിൻ ഭാഗ്യഫലമോ. ഈ ഉസ്താദ്മാരിലേക്ക് രണ്ടുമൂന്ന് വരി പാടാണ്. ഉസ്താദിനെ കുറിച്ച് ചില വരികളൊക്കെ എന്റെ മനസ്സ് സുബ്ഹാനല്ലാഹ്. അല്ലാഹു ഹിമ്മത്തിന്റെ ഭാഗ്യഫലമാണോ അങ്ങ്? എത്ര രസമുള്ള ചോദ്യമാണ്. അതാരിഞ്ഞ് എന്ത് പറഞ്ഞാലും ശത്രുക്കളും പറയും അതൊരു ചോദ്യം തന്നെയാണ്. നമ്മൾക്കും ചിലപ്പോ തോന്നലുണ്ട്, ഇതെന്താണ് ഇങ്ങനെ? നമ്മളിതൊക്കെ കഴിഞ്ഞ് പത്രമൊക്കെ പൂട്ടി വെച്ച് ഞങ്ങളൊക്കെ ആകെ അടിച്ച് തകർത്തിരിക്കുമ്പോ ഉസ്താദ് ചിരിച്ചങ്ങനെ വരുന്നു. ഇതെന്താണ് റബ്ബേ ഹൃദയം? എല്ലാം അല്ലാഹുവിന് വേണ്ടി. ഇതാണ് ഔലിയാക്കളുടെ ജീവിതം. ഇതാണ് അമ്പിയാക്കളുടെ അനന്തരാവകാശികളുടെ ഹൃദയം. അവരുടെ ജീവിതത്തിൽ ഒന്നും വിഷയമില്ല. നമുക്ക് തോന്നുന്നതൊക്കെ ഇടിഞ്ഞൊഴിഞ്ഞു പോകാൻ പോകണമെന്നും ഒന്നും സംഭവിക്കില്ല. അവിടുന്ന് ശാന്തമായി വന്ന് ഗർജിക്കേണ്ട സ്ഥലത്ത് ഗർജിക്കും. സമാധാനം പറയുന്നിടത്ത് സമാധാനം പറയും. പ്രവാചക പ്രേമം പറയുന്നിടത്ത് പറയും. ഇതിലൊക്കെ ഇടയിൽ ബുഖാരി ക്ലാസ് എടുക്കുന്നു. പൊട്ടീസ് നടക്കൂല അവിടെ. ബുഖാരി ക്ലാസ് നടക്കുന്നത് മറച്ചു വെച്ചിട്ട് അർത്ഥം വെക്കുമ്പോ പല ദർസുകളിൽ നിന്നും ഉസ്താദുമാരിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയ മുത്താലിമുകളുണ്ട്. നമ്മളെ സ്ഥലത്തിൽ ഇരുന്ന ഒരു മുത്താലിമികളുടെ ഒരാൾ മാത്രമാണ്. എന്തും ചോദിക്കും. ഞാനൊക്കെ എനിക്ക് ചില പരിചയമുള്ളവർ ചോദിക്കാൻ ഒരു ചോദ്യം ഉണ്ടാക്കാനാണ് കുട്ടികൾ കാത്തിരിക്കുന്നത്. കാരണം ചോദിച്ചിട്ട് ഉസ്താദിനെ ഉസ്താദിന്റെ കൽവിലൊരു ഇടം കിട്ടട്ടെ എന്ന് കുട്ടികൾ. ഉസ്താദോ ചോദിക്കട്ടെ കുട്ടികൾ, ബുദ്ധിയുള്ള കുട്ടികൾ വരട്ടെ, ചോദിക്കട്ടെ എന്നുള്ള ആവേശത്തിൽ ഉസ്താദ് ചോദിച്ചാൽ പറഞ്ഞ കാട്ടാന്നുള്ളത് നിൽക്കല്ല. എന്താ ചോദിക്കാത്തത്? ചോദിക്കുന്നവർക്ക് പ്രോത്സാഹനം നൽകുന്നു. ഡെയിലി ബുഖാരി സബക്ക് അന്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അമേരിക്കയിൽ യൂറോപ്പിലുമൊക്കെ പറയുമ്പോൾ ഈ ബുഖാരി സബക്ക് എന്ന മറന്നുകൊണ്ടെന്ന് ഞാൻ വിചാരിക്കണം. ചില പ്രസംഗങ്ങൾക്ക് ഉസ്താദിനെ പറ്റി പറയുമ്പോൾ ഏത് രാഷ്ട്രീയ രംഗത്താണെങ്കിലും എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിടേ കൂടെ ഈ ബുഖാരി സബക്ക് എന്താണെന്ന് നാടന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. എത്ര സാധനം ഇത് തിരിയാത്തൊരു കൗമിന് ഇത് വെറും യൂറോപ്പ് മാത്രമാണ് മനസ്സിലാക്കുന്നത്. യൂറോപ്പുകാർക്കും പോവാം. പക്ഷെ ഉസ്താദ് അവിടെ ചെല്ലുമ്പോൾ ആളുകളൊക്കെ ഉസ്താദിന്റെ കൂടെയാണ്. വേറെ പലരും പോയിട്ട് ആരും അറിയാതെ പോകുന്നുണ്ട്. ഉസ്താദിനെ എല്ലാവരും ക്ഷണിക്കുകയാണ്. എന്താ കാരണം? അത് നമ്മളെ കുട്ടികളൊക്കെ അങ്ങനെ ആണല്ലേ. ഉസ്താദിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട പാഠം എന്താ? ഉസ്താദ് എങ്ങനെ സയ്യിദന്മാരെ കണ്ടു, ഉസ്താദ് എങ്ങനെ ഉസ്താദുമാരെ കണ്ടു, ഉസ്താദ് എങ്ങനെ പ്രവർത്തകരോട് സമീപിച്ചു, ഉസ്താദിന് പള്ളിയുടെ വിഷയത്തിൽ എന്ത് കാട്ടി, പ്രവർത്തനത്തിന്റെ ശൈലി എങ്ങനെയായിരുന്നു, എന്തായിരുന്നു അവിടുത്തെ സമീപനം, ഇതോരോന്നും നമുക്ക് പാഠമാണ്. സുബ്ഹാനല്ലാഹ്, ഉസ്താദിന്റെ ജീവിതത്തിന്റെ ഘട്ടങ്ങൾ ഇതൊക്കെ നേരിട്ട് അനുഭവിച്ചവർ, ഇതൊക്കെ കേട്ടുപഠിച്ചവരുമാണ് നമ്മളെല്ലാം. അതിവിടെ പറയേണ്ടതില്ല. ആ നിറഭുഞ്ചിരി നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടാനിരിക്കുകയാണ്. ഉസ്താദ് പുറപ്പെട്ടു എന്നാണ് അറിയുന്നത്. അല്ലാഹുവേ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. കാന്തപുരത്തിൽ സാമ്രാജ്യത്തിൽ രാവും പകലില്ല ഒരു വരി. കൽമോസുതരം രാജകുമാരന് വിശ്രമമൊന്നില്ല, വിശ്രമമില്ലാത്ത രാജകുമാരൻ. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കണേ. ഇത് ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് വരിക, ഇനി ഒരു സ്ഥലത്തേക്ക് പോവുക. നമുക്കിതൊരു സംഭവമാണ്, ഇതുപോലെ അവർക്കതൊരു സംഭവമാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള ടീമിനും അത് മറ്റൊരു സംഭവമാണ്. ഇതിനെല്ലാ സംഭവത്തിനും പോയി കൊടുക്കുന്ന ആൾ ഒന്നാണ്. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. ലോകം കറങ്ങുന്നു. ഏത് രാജ്യത്തിൽ ചെല്ലുമ്പോഴും പച്ചക്കല്ല. എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് ആളുകളോട് കൂടിയിട്ടുണ്ട്. പോകുന്ന വഴിയിലൊക്കെ
ആളുകളാണ്. താമസിക്കാൻ ഒരുപാട് വീടുകൾ വെക്കുക, എന്റെ വീട്ടിലാണെന്ന് വാശി പിടിച്ചുകൊണ്ട് ഓരോ നാട്ടിലും പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. ഉസ്താദിനോട് നാട്ടിൽ കൊണ്ടുപോകുമ്പോൾ വലിയ പ്രശ്നമാണ്. കാരണം ഉസ്താദിനെ കൊണ്ടുപോകുമ്പോൾ ഏത് വീട്ടിലാണ് നിർത്തുക, എവിടെ കയറ്റുക? ആളുകൾ തിക്കും തിരക്കുമാണ്. എന്നാൽ പ്രതിസന്ധികൾ കഴിഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനിയൊരു വെയിലും പ്രശ്നമല്ല. അള്ളാഹു ദീർഘായുസ് കൊടുക്കണേ. ഉസ്താദ് വേണ്ടത് ഞാൻ കണ്ട് ചേർന്നുകൊടുക്കും. അമീൻ പറഞ്ഞു. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സൗന്ദര്യത്തിന്റെ പിന്നിൽ ഏറ്റവും വലിയ സത്യം പൊരുത്തവും എളിമയുള്ള ജീവിതവും, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്ന മനസ്സ്, ആദരിക്കേണ്ടവരെ ആദരിക്കുന്ന മനസ്സ്, പാവങ്ങളെ സ്നേഹിക്കുന്ന മനസ്സ്, അറിവ് നിറഞ്ഞ ഹൃദയം, എല്ലാം ഒത്തുചേർന്നതുകൊണ്ട് ഉസ്താദിന് ലോകം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഉസ്താദ് സമുദായത്തിൽ ഇറങ്ങുകയാണ്. ചുരുക്കത്തിൽ ഈ വലിയ ലോകം ഒരു പള്ളി ദർസിന്റെ സന്തതിയാണ് അർത്ഥം. ഒരു പള്ളി ദർസിന്റെ സന്തതി. ഈ ഉലമാക്കളൊക്കെ ഇന്ന് കേരളക്കരയുടെ നേതൃത്വം നമ്മൾ ആലോചിക്കുമ്പോൾ പണ്ഡൽ ഉസ്താദാകട്ടെ, അതുപോലെ പേരോട് ഉസ്താദ് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഉസ്താദുമാരൊക്കെ ദർസിൽ പള്ളിയിൽ പോയി ഉസ്താദിന്റെ കീഴിൽ ഇങ്ങനെ ഓടിയതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഉൾക്കൊള്ളേണ്ടതും അതാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഉലമാക്കളുടെ പവറാണ് ഈ അന്നത്തെ മുതാലിമികൾ ഇന്നത്തെ രാജാക്കന്മാരായി വിലസുന്നത്. ആ ഉസ്താദുമാരുടെ പൊരുത്തവുമായി ഒരു ദർസ് പഠനം പൂർത്തീകരിക്കാൻ ഒരു മുതാലിമിന് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ ഘട്ടത്തിൽ കാണാതെ മുന്നോട്ട് പോയി തന്നെ ചെയ്തു. അതാണ് മുതാലിമായ എന്നെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ നിൽക്കുന്ന വിദ്യാർത്ഥികളായ അതല്ലെങ്കിൽ പ്രവർത്തകരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത് അതാണ്. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദ് എന്നല്ല ആരെയും ഹൃദയത്തിൽ ഉൾക്കൊള്ളുക. എല്ലാ പ്രവർത്തനത്തിലും ഉസ്താദ് ലക്ഷ്യം വെച്ചതുപോലെ മൗതി ഹയാതി മഹവി സബാതി മഹവി സബാതി فقري كمالي الكل عندي جنات خلدي جنات خلدي ما دمت في حربي الوصالي حربي എന്റെ ജീവിതത്തിലെ ദുഃഖം, എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സന്ദർഭങ്ങളിലെ സന്തോഷം, എന്റെ പ്രവർത്തന ബോധയിൽ ഞാൻ ഇറങ്ങുമ്പോൾ ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ആക്ഷേപങ്ങൾ, ഞാൻ സ്നേഹിച്ച നേതൃത്വത്തെ കുറിച്ച് പത്രങ്ങൾ ചില സമയത്ത് എഴുതുന്നത്, അപ്പൊ എനിക്ക് ഉണ്ടാകുന്ന ടെൻഷൻ, അതേ പത്രം തന്നെ തിരുത്തി മാറ്റി പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന സുഖം, ഒരു പ്രഭാഷകൻ തെറി പറയുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വേദന, പിന്നീട് ആ പ്രഭാഷകൻ തന്നെ തിരുത്തി മാപ്പ് പറഞ്ഞെന്ന വിവരം അറിയുമ്പോഴുള്ള സന്തോഷം. എന്റെ ജീവിതത്തിലെ ജീവിതവും മരണവുമാണ്. എന്റെ സാമ്പത്തികമായ പരാധീനത എന്റെ പ്രവർത്തന രംഗത്ത് ഇറങ്ങിയിട്ട് ഞാൻ കടത്തിൽ വിട്ടല്ലോ, ഞാൻ ഒരുപാട് വേദന തിന്നല്ലോ, എനിക്ക് രോഗമാണല്ലോ, എന്റെ കുഞ്ഞിന് രോഗമില്ല, എന്റെ വൈഫിന് രോഗമുണ്ട്, എന്റെ കുടുംബത്തിലെ സുഖമില്ലാത്തവരുണ്ട്. ഇതെല്ലാം സഹിച്ചുകൊണ്ട് വേദനിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുമ്പോ എനിക്കൊരു സമാധാനമുണ്ട്. ഇത് ഔലിയാക്കന്മാർ പറഞ്ഞതാണ്, ഇത് അമ്പിയാക്കന്മാര് പഠിപ്പിച്ചതാണ്, ഇത് ലോകത്തെ മുഴുവൻ ഉലമാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഓരോ പ്രവർത്തകനും ഉൾക്കൊള്ളേണ്ടതാണ്. നമ്മുടെ പ്രവർത്തനം ഒരിക്കലും സ്ഥാനത്തിലല്ല, നമ്മുടെ പ്രവർത്തനം ഒരിക്കലും ആളുകൾക്കിടയിലുള്ള പവറിനല്ല, സാമ്പത്തിക ശേഷി ഉണ്ടാക്കാനല്ല, ഒരിക്കലുമല്ല.
എനിക്ക് പ്രവർത്തിച്ചാൽ കടം വീഴും, ഞാൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ ജീവിതത്തിന് കുടുംബത്തിന് രോഗം ഉണ്ടാവില്ല. അങ്ങനെ കരുതി പോകരുത്. അല്ലാഹുവേ, രോഗികളായ ഞങ്ങളുടെ പ്രവർത്തകർക്ക് ശിഫ നൽകണേ അല്ലാ. കടമുള്ളവർക്ക് വീട്ടിൽ കൊടുക്കണേ അല്ലാ. ഏത് കഥകൾ അനുഭവിക്കുമ്പോൾ എന്നെ കണ്ട് സമാധാനം എനിക്ക് എന്റെ റബ്ബ് ഞാനുമായിട്ട് ബന്ധമുണ്ട് എന്ന ഉറപ്പാണ്. കാരണം എന്റെ മേഖല സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനമാണ്. അതുകൊണ്ട് നോക്കി ഹയാത്തി, എന്റെ മരണവും എന്റെ ജനനവും എന്റെ സകലമായ പ്രവർത്തനങ്ങളും അല്ലാഹുവിന്റെ വിസാലുണ്ടെങ്കിൽ, എന്റെ റബ്ബുമായി എനിക്ക് ബന്ധമുണ്ടെങ്കിൽ, എന്റെ റബ്ബുമായി എനിക്ക് ബന്ധമുണ്ടെങ്കിൽ എനിക്ക് സുഖമാ, എനിക്കൊരു ദുഃഖവും അനുഭവിക്കില്ല. ഇതാണ് മുഖ്യനായ മനുഷ്യൻ. തിരുത്തേണ്ടത് തിരുത്തപ്പെടുക തന്നെ ചെയ്യും. ഇനി ഈ ഭൗതിക ലോകത്ത് ചിലതൊന്നും തിരുത്തിയില്ലെങ്കിലും ഇതെന്റെ ലോകമെന്ന് വിശ്വസിക്കുന്നവന്, ഇതെന്റെ ജീവിതമെന്ന് അറിഞ്ഞവന് യഥാർത്ഥ ജീവിതം എവിടെയാണോ അവിടെ തിരുത്തപ്പെട്ടത് അനുഭവിക്കാൻ കഴിയും. ഈ ഈമാൻ, അതാണ് നമ്മൾ കൂടുതലായി ആർജിച്ചെടുക്കേണ്ടത്. ഈ മേഖലയിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്. ഇങ്ങനെ ഉറച്ച ഈമാനോടുകൂടി പ്രബോധനത്തിന് തുടങ്ങിയാൽ ലോകം തിരിച്ചുവന്നതിന് ഏറ്റവും വലിയ തെളിവാണ് മുന്നിൽ നിൽക്കുന്ന ശൈഖുന. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഏത് ഘട്ടങ്ങളിലും നമ്മുടെ ഉസ്താദുമാർ നമുക്ക് പറഞ്ഞു തരുന്നൊരു മാതൃക, ഒരു പാതയുള്ളത് പതറരുത്. എനിക്ക് സാമ്പത്തികമായിട്ടൊക്കെ വളരെ ഇടങ്ങറും കാര്യമൊക്കെ വന്നപ്പോൾ നീ പിടിച്ചാൽ കിട്ടൂല എന്ന് കണ്ടപ്പോൾ ഞാനങ്ങനെ ആയിപ്പോയതാണ്. അല്ലാഹുവിനെ കൊച്ചാക്കുന്ന വാക്കല്ലേ. ഞാൻ പ്രവർത്തിച്ചുകൊണ്ട് കുറെയൊക്കെ മുന്നോട്ട് പോയിരുന്നു. പിന്നെ ഒരു കാര്യമൊന്നുമില്ല, വല്ല കാര്യമൊന്നുമില്ല. കുറെയൊക്കെ വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടും ആൾക്കാരുടെ ഇങ്ങനെ ഒരു ചൊറിച്ചിലൊക്കെ പാടായപ്പോ പിന്നെ ഞാൻ വല്ല ഗൾഫ് കണ്ട് കയറിയതാണ്. പിന്നപ്പോ ഞാനിങ്ങനെ തൊഴിലൊക്കെ ഉണ്ടാവും. കാര്യമായിട്ട് മുന്നൊക്കൊന്നും വരാത്ത വേറെ ഒന്നുകൊണ്ടല്ല, ഒരു സമാധാനം ഉണ്ടാവില്ല. ചിന്താ നോക്കിക്കള്, ആളുകൾക്കൊക്കെ സമാധാനം വേണ്ടത്. അപ്പൊ രാഷ്ട്രീയക്കാരൻ വന്ന് രണ്ട് വർത്താനം പറയുമ്പോൾ എന്നാ നിങ്ങളെ കൂടെ നമ്മൾ ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവുമോ? ഞാൻ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. സമാധാനത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടി, താൽക്കാലിക സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എഴുതിക്കൊടുക്കുന്ന പ്രസ്ഥാനമല്ല. മാഷാ അല്ലാഹ്, ഉസ്താദിന് ദർശനം ആർക്കും വഴിപ്പെടാത്തൊരു മനസ്സ്, ലക്ഷ്യബോധമുണ്ട്. ആരോടെങ്കിലും സൃഷ്ടിക്കണമെങ്കിൽ ഒരു ലക്ഷ്യമുണ്ട്, ആരോടെങ്കിലും ലക്ഷ്യം പിടിച്ചിക്കണമെങ്കിൽ ഒരു ലക്ഷ്യമുണ്ട്. വെറുതല്ല, വെറുതെ ആയിരുന്നെങ്കിൽ, വെറുതെ ചിരിക്കുന്നെങ്കിൽ ചിരിക്കേണ്ട സമയം കഴിഞ്ഞു. ഈ സമുദായം കേൾക്കുന്ന വാക്കാണ്. വെറുതെ ഉസ്താദ് തലകുനിക്കുകയായിരുന്നെങ്കിൽ തലകുനിക്കേണ്ട ഘട്ടങ്ങൾ ഉസ്താദിന് കഴിഞ്ഞിട്ടുണ്ട്. വെറുതെ പുഞ്ചിരിച്ച് ആളുകളെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ വല്ലതും ആകണമെന്നോ, ഏതെങ്കിലും പത്രത്തിന് പേര് വരണമെന്നോ, ഇവിടെ പിടിച്ചു നിൽക്കണമെന്നോ എന്നുള്ളവർക്ക് തലകുനിക്കായിരുന്നെങ്കിൽ കുനിക്കേണ്ട ടൈം കഴിഞ്ഞു മക്കളെ. എപ്പോ കുനിക്കണം, എവിടെ ചെറുക്കണം, ഏതൊക്കെ ആലയത്തിൽ പോയി ഗർജിക്കുന്ന സിംഹമായി സംസാരിച്ചുകൊണ്ടാണ് ഇന്നോ അൽഹംദുലില്ലാഹ് ഉസ്താദ് നിലനിൽക്കുന്നത്. ദീർഘായുസ്സ് കൊടുക്കണേയല്ല, ആഫിയത്ത് കൊടുക്കണേയല്ല. അപ്പൊ ഇപ്പൊക്കെ പുറത്തില്ലാത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ പുറത്തുള്ളവര് എന്ന് ചരിത്രം മറന്നുപോയ ആളുകളൊക്കെ ഉസ്താദ് അവിടെ അങ്ങനെ എന്താ അങ്ങനെ, ഇവിടെ എന്താ ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെ, ഇതാണ് ഈ മറുപടി. ഈ അവിടെ അങ്ങനെ ഇവിടെ അങ്ങനെ, അതൊക്കെ എന്റെ കഥ. ആ നാടൻ ഭാഷയെ പറഞ്ഞിട്ട് മനസ്സിലായിക്കോട്ടെ. ചെത്ത പന്റെ കഥ. ഇപ്പൊ സുബൈ കഴിഞ്ഞിട്ട് എങ്ങനെ തെറ്റാന്റെ കഥ. ഇപ്പോഴത്തെ കാട്ടി അങ്ങാടികൾ വന്നിട്ട് പത്രം എടുത്തിട്ട് ഇങ്ങനെ പറയല്ലോ. ചെത്തപ്പം തന്നെ രാത്രി എന്താ കഥ, ചെത്തപ്പം മിന്നാമിച്ച് കാട്ടിയേ. അടുത്ത കഴിഞ്ഞ ആഴ്ച എവിടെ പാർക്കിലൊക്കെ കറങ്ങി തൊള്ളം മുന്നിട്ട് വന്നതല്ലേ. എന്നിട്ട് ഈ കഥ ചോദിക്കണേ, നീ നിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. ഓരോരുത്തരും പറയുന്ന ഞാനടക്കം, ഞാൻ എന്നെ കുറിച്ച് അറിയാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ മറ്റൊരാളെ കുറിച്ച് പറയാൻ എനിക്ക് സമയം കിട്ടില്ലായിരുന്നു. ഞാൻ എന്നെ കുറിച്ച് അറിയാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ മറ്റൊരാളുടെ മോശം പറയാൻ, അത് ചെടിനടക്കാൻ, ഇല്ലാത്തത് കെട്ടിച്ചടക്കാൻ എനിക്ക് സമയം ലഭിച്ചില്ലായിരുന്നു. അതൊന്നും കേൾക്കാൻ സമയമില്ല. ആ ലോഭങ്ങൾക്ക് ചെവി കൊടുക്കാൻ നമുക്ക് നേരമില്ല. അല്ലാഹു ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ആ വലിയ പ്രതിഭ ഇന്നും അൽഹംദുലില്ലാഹ് നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്നു. അല്ലാഹു ആ കടല് നമുക്ക് ഏറ്റിത്തരട്ടെ. അല്ലാഹു ആ കടല് നമുക്ക് ഏറ്റിത്തരട്ടെ. സ്നേഹിക്കുന്ന ഒരുപറ്റം ആളുകൾ ഉസ്താദിന്റെ പിറകിലൊക്കെ കൂടിയിരിക്കുകയാണ്. വ്യക്തമായ ലക്ഷ്യത്തിൽ യാത്ര ചെയ്യുന്ന ഉസ്താദ്, നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഉസ്താദ് ചിരിച്ചാൽ നല്ലതാണ്. ഉസ്താദ് ചിരിക്കൂല. നമ്മൾ വിചാരിക്കും ഉസ്താദ് അവിടെ ചിരിച്ചാൽ
കുഴപ്പമില്ല, തിരിക്കില്ല. കാരണം നമുക്ക് ഇതേ അറിയൂ, ഉസ്താദിനപ്പുറം അറിയാം. നമുക്ക് തോന്നും ഉസ്താദ് പറഞ്ഞാൽ തിരക്കില്ല. ചില രാഷ്ട്രീയക്കാരൊക്കെ പറയും ഉസ്താദ് ഇങ്ങനെ പറയണം, കൈകാര്യം ചെയ്തോണ്ട്. അല്ല ഉസ്താദ് ഇങ്ങനെ പറയണം, എനിക്കറിയാം ഞാൻ കൈകാര്യം ചെയ്തോണ്ട്. ഉസ്താദ് പറയില്ല, ഉസ്താദ് ഇങ്ങനെ പറയാൻ പാടില്ല. അതെന്താ ചെയ്യേണ്ടത് ഞാൻ നോക്കിക്കൊണ്ട് സ്റ്റേജ് മകരി പറയും. ചില രാഷ്ട്രീയക്കാർ വേണ്ടെന്ന് പറഞ്ഞാൽ വേണമെന്ന് പറയാ, വേണമെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറയാ. അത്രയും ധൈര്യത്തിൽ ഈ കാലത്ത് ഉറച്ചു പറയാൻ പറ്റിയ ഒരു വാക്ക്, ഒരു നാവേ അള്ളാഹു കേരളത്തിന് സമ്മാനമായി കൊടുക്കുള്ളൂ. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അതിന്റെ പിറകിൽ ഉറച്ചു നിന്നവർക്കൊക്കെ ആ ധൈര്യം ഉണ്ടാവും, ആ ധൈര്യം ഉണ്ടാവും. ഞാൻ ആകല്ലേ, ഞാൻ അങ്ങണ്ട, തിരുത്തണം. അതാണ് നേതാവ്. അല്ലാതെ നമ്മുടെ പത്രം മൂന്ന് പത്രം എഴുതി, പത്രമൊക്കെ എഴുതിയ എല്ലാവരും എഴുതിയ എന്താ അങ്ങാടിയിലൊക്കെ ഇതൊന്ന് പോയി നോക്കിക്കാൻ പറയണ്ട. അങ്ങാടിയിലൊക്കെ ചർച്ച അല്ലെന്ന് അപ്പുറത്ത് അങ്ങാടിയൊക്കെ പോയി നോക്കിക്കാം. അവിടെ കഥ കട്ട പോലെ അതിനൊരു പണി പത്രത്തെ നല്ല വിളിക്കി നമുക്ക് തീരുമാനാക്കാം. അങ്ങാടി തിരിച്ചിയാൽ അവിടെ കുലുങ്ങുകയില്ല. ഇങ്ങക്ക് എത്ര കഥകളുണ്ട് മുന്നിൽ, പട്ടണം മുഴുവനും കുലുങ്ങുന്നു. അത് പുഞ്ചിരിച്ചുകൊണ്ട് ഭാഗ്യം തുറന്നു പറയും. ഒരു ലക്ഷ്യബോധമുള്ള അതിന്റെ മുന്നിൽ എന്ത് വന്നാലും ഒരു പണ്ഡിതനഗിരിയിൽ നിൽക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയൊരു ഗ്രന്ഥ. അള്ളാഹു നിർത്തി തരട്ടെ. മരണം അതിന്റെ ശേഷമാണ് ഈ നിന്ന എനിക്കുള്ള ആസ്വാദനം മരിച്ച ശേഷം. അല്ലാതെ രണ്ട് പരിപാടിയിൽ ഞാൻ കൊടുക്കേ, രണ്ട് സ്ഥലത്ത് ആളുകൾ എന്നെ വിളിച്ചാതൊക്കെ, രണ്ട് സ്ഥലത്ത് എനിക്കൊരു സ്ഥാനവുമായി നഷ്ടപ്പെടും. ചിലപ്പോ സംഘടന അപ്പുറത്തേക്കും ഇപ്പുറത്തും നിർത്തും. ചിലപ്പോ ആളുകൾ വിളിക്കാതെ നിൽക്കുമ്പോൾ എന്ത് നടന്നാലും ഇതൊന്നും അല്ല എന്റെ ലക്ഷ്യം. ഉസ്താദിനെ ഞാൻ സ്നേഹിച്ചത്, ഉസ്താദ് വാങ്ങുന്ന പിറകിൽ ഞാൻ നിന്നത്, ഈ സംഘടനയിൽ ഞാൻ പ്രവർത്തിക്കുന്നത് എനിക്ക് മരണം എന്നുള്ള ബോധത്തോടെ നിന്നതാ. പിന്നെ ഇതിന് മുമ്പ് എനിക്കൊന്നും വിഷയമില്ല. ഇവിടത്തെ ഒന്നും വിഷയമാകുകയും ചെയ്യരുത്. അള്ളാഹു ഈമാൻ എത്തിത്തരട്ടെ, അള്ളാഹു ഈമാൻ എത്തിത്തരട്ടെ. അത് മുഖത്തും അള്ളാഹു നമ്മിൽ നിലനിർത്തി തരട്ടെ. അപ്പൊ ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം ആരെയും തഴയുക, ഒഴിവാക്കുക, അവൻ അങ്ങനെ അത് നശിച്ചു പോട്ടെ എന്ന് ചിന്തിക്കുക ഉസ്താദ് മണ്ണല്ല. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ അമ്പിയാക്കന്മാരുടെ അവരുടെ അന്തരാവകാശികളായ അലിമീങ്ങളുടെ നയത്തിൽ അതില്ല. നമുക്ക് വേണ്ടത് ഒരു പിടുത്തുവാണ്. പറയുന്ന എനിക്കടക്കം എവിടെങ്കിലും ഞാൻ ദർശനത്തുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു മേഖലയിൽ ഞാൻ നിൽക്കണമെങ്കിൽ എന്റെ ഉസ്താദുമാന് കൊടുത്തില്ലെങ്കിൽ എനിക്കത് കഴിയില്ലെന്ന് ഞാൻ വിശ്വസിക്കണം. തങ്ങം നിങ്ങൾ പറഞ്ഞു തരാം. ചെമ്മാടാവും പിന്നെ അവിടെ അടുത്താണ്. അമ്മമാർ എല്ലാ ഭാഗത്തും തങ്ങന്മാർ പോലെ തന്നെയാണ് നമുക്ക്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള സമാധാനം, എനിക്കുള്ള സുഖം എന്താണെന്നറിയോ? നിന്റെ അമ്മയ്ക്ക് ഇന്ന വലിയ ഇഷ്ടം എന്ന് പറയാൻ ഒരു കുഞ്ഞിന് കഴിയണം. ഒരു മോന്റെ ഏറ്റവും വലിയ വാക്ക്, ഒരു മോനെ പറ്റി ആദ്യം പറയാനുള്ള വർത്താനം എന്താ? ഇക്ക് ഭയങ്കര ഉസ്താദുമാരൊക്കെ ഇവിടെ ഇരിക്കുന്നവർ മറുപൊക്കെ നമുക്ക് തരക്കാറ് കൊടുത്തും തങ്ങളൊക്കെ വിഷു കേൾക്കണം. എന്റെ അമ്മയ്ക്ക് ഇന്ന വലിയ ഇഷ്ടമെന്ന് പറയാൻ ഒരു കുട്ടിക്ക് കഴിയണം. എന്റെ അമ്മയ്ക്കായിട്ട് ചെറിയൊരു കുഴപ്പമുണ്ട്, നാലും കൂട്ടി അൽഹംദുലില്ല കുഴപ്പമൊന്നുമില്ല. അമ്മയായിട്ട് ചെറിയൊരു വിഷയമല്ല, എന്നാലും ഇടയ്ക്കിങ്ങനെ ഉണ്ടാകുന്നത് ചെറിയ പോയി. നിന്റെ കാര്യം, നിന്റെ നമ്പർ 1 ആദ്യം നീ പറയുന്നത് അറിയോ? നിന്റെ അമ്മച്ചിക്ക് എന്നല്ല ഇഷ്ട, അത് ഉമ്മയും പറയണം. ഇങ്ങനെ പറഞ്ഞ കാര്യമില്ല. അങ്ങനെ പറയണം അമ്മച്ചി വലിയ ഇഷ്ടം. അമ്മച്ചപ്പം വിളിക്കണ്ടാവും, മേടിക്കണ്ടാവില്ല. അമ്മച്ചി മെസ്സേജ് ചെയ്യണ്ടാവോ, നോക്കണ്ടാവില്ല. അമ്മച്ചി പറഞ്ഞതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അമ്മച്ചിന്റെ അഭിപ്രായം ഒന്നും എനിക്ക് വേണ്ട. എന്നിട്ട് ഇമ്മച്ചിനെ എനിക്കും ഇഷ്ടാണ്, ഇമ്മച്ചിക്ക് ഇന്നെ ഇഷ്ടാണ്, വേണ്ട. ഞാനിത് പറയുന്നത് ആത്മാർത്ഥതയുള്ള ഒരു മകൻ ആത്മാർത്ഥതയോടുകൂടി അവനത് പറയട്ടെ. എന്റെ ഉമ്മയും ഞാനും എന്റെ ബന്ധമാ, അവനത് ആലോചിക്കട്ടെ, അവന്റെ ഹൃദയം പറയട്ടെ. എന്റെ ഉമ്മാക്ക് എന്നെ വലിയ ഇഷ്ടമാ, എന്റെ ഉമ്മയെ ഞാൻ സന്തോഷിപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന് ഹൃദയം തുറന്നു പറയാ. നിനക്ക് കഴിയുന്നുണ്ടോ? നിന്റെ കൂട്ടുകാർക്കിടയിൽ നീ അത് പറഞ്ഞേക്കാം, നിന്റെ സ്കൂളിൽ നീ അത് പറഞ്ഞേക്കാം, നിന്റെ മറ്റു മേഖലയിലൊക്കെ നീ അങ്ങനെ പറഞ്ഞു പോയേക്കാം. പക്ഷെ നിന്റെ ഹൃദയം തുറന്ന് ഒറ്റക്കിരുന്ന് നിനക്ക് പറയാം
പറയാൻ കഴിയുമോ? എന്റെ ഉമ്മ എന്നെ കൊണ്ട് വേദനിച്ചിട്ടില്ല, എന്റെ ഉമ്മാക്ക് എന്നോട് വലിയ ഇഷ്ടമാ, എന്റെ ഉപ്പ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്റെ ഉപ്പ വേദനിച്ചിട്ടില്ല. ഈ ദീനിന് വേണ്ടിയല്ലാതെ എന്റെ ഉമ്മയോ ഉപ്പയോ വേദനിച്ചിട്ടില്ല. എന്റെ സ്വന്തം കൂട്ടുകാർക്ക് ദീനിന് വേണ്ടിയല്ലാതെ ഒരു വേദനയും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയാൻ ഹൃദയം തുറന്ന് പറയാൻ കഴിയുമോ? എന്റെ നാട്ടിൽ ഒരു തങ്ങളുകുട്ടിയുണ്ട്, ഒരു സയ്യിദുണ്ട്. ആ സയ്യിദിനെ എന്നോട് ഇഷ്ടമാണ്, എന്നോട് ഏതായാലും വെറുപ്പൊന്നുമില്ല എന്ന് പറയാൻ ഒരു പ്രവർത്തകന് കഴിയുമോ? എന്റെ നാട്ടിൽ നിന്ന് പഠിക്കാൻ പോയൊരു മുതാലിമുണ്ട്, ആ മുതാലിമിന് എന്നോട് ഇഷ്ടമാണെന്ന് ഒറ്റക്ക് പറയാൻ നിനക്ക് കഴിയുമോ? പണ്ഡിതനുണ്ടല്ല, ഉസ്താദുണ്ട്, എന്റെ മദ്രസയിൽ പഠിപ്പിച്ച ഒരു മാലിമുണ്ട്, ഒരു മുഅല്ലിമുണ്ട്, ഉസ്താദുണ്ട്. ഞാൻ ഇന്ന് കോടീശ്വരനാണ്, ഞാൻ ഇന്ന് വലിയ പ്രഭുവാണ്. പക്ഷേ സൈക്കിൾ ചവിട്ടി പോകുന്ന, അതല്ലെങ്കിൽ ടൂ വീലറിൽ പോകുന്ന എന്റെ പഴയ ഉസ്താദിന്റെ കൽവിൽ എന്നോട് വലിയ ഇഷ്ടമാ. ഞാൻ ആ ഉസ്താദിന്റെ ശിഷ്യനാണെന്ന് ഉസ്താദിന് അറിയുമ്പോൾ ഉസ്താദ് സന്തോഷിക്കാറുണ്ടെന്ന് ആർക്കാണ് അവകാശപ്പെടാൻ കഴിയുന്നത്? ഇത് പറയാൻ കഴിയുമെങ്കിൽ സുബ്ഹാനല്ലാഹ്, മോനെ ഉമ്മ റാഹത്താണെങ്കിൽ നീ അടിപൊളിയാണ്, ഉപ്പ റാഹത്താണെങ്കിൽ നീ അടിപൊളിയാണ്. ഒരു മുതഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദ് റാഹത്താണെങ്കിൽ മുതഅല്ലിമ റാഹത്താണ്. ഭക്ഷണം കഴിക്കാനുള്ള പോക്കേണ്ടത് പോയിട്ട് തന്നെ വരും. അവിഞ്ഞിങ്ങോട്ടും വന്ന് അങ്ങോട്ടൊക്കെ പോയിട്ട് വരുമ്പോൾ നിങ്ങൾ എണിക്കലും ഇരിക്കലും കൂടി ആകുമ്പോൾ ഉസ്താദ് ഒരു വിഷമാവും. അപ്പൊ ഉസ്താദുമാരെ വിഷമിപ്പിക്കാതിരിക്കാൻ നമ്മൾ ഇരുന്നു കൊടുക്കും. ഭക്ഷണം കഴിക്കാൻ പോകുന്നത് അമ്മോനെ എന്റെ ഉസ്താദിന് എന്നോട് നല്ല ഇഷ്ടാണ്, എന്നാ ഇജി ഓക്കെ ഇനി അടുത്ത് പറ. ഒരാൾ കഴിഞ്ഞ വയൽ പറയാൻ തുടങ്ങുമ്പോൾ എന്താ എന്റെ ഉസ്താദിനൊക്കെ റാറ്റില്ലല്ലോ, ഒരു റാറ്റില്ലായ്മണ്ടല്ല, എന്താണ് പരിപാടി? ഒരു ഉസ്താദ് ഞാൻ ഉസ്താദും നീ ഒരു റാഹത്തില്ലെങ്കിൽ നിന്നെ ഞാൻ സ്വീകരിക്കില്ല, പിന്നെ നിന്റെ വാക്കുകൾക്ക് അർത്ഥമില്ല. എന്റെ മെച്ചിനോട് റാഹത്തില്ലാത്ത കുടുംബം പിന്നെന്ത് കുടുംബ? മോനിക്ക് ചോദിക്കാനുള്ള ഉമ്മ മെച്ചിനായിട്ട് എന്തോ ഒരു റാറ്റില്ലായ്മണ്ടല്ല, അതൊക്കെ പിന്നെ പ്രശ്നിട്ട് വാ, അതപ്പോ പിന്നെ പറയാങ്ങൾ അതൊന്ന് റാത്താക്കിയിട്ട് വരിമ്മ, അതല്ല സുഖം. നിങ്ങളൊന്ന് ചിരിച്ചിട്ട് നമ്മൾ ചിരിക്കുക. നിങ്ങൾ ഉമ്മാനെ ചിരിപ്പിച്ച നിങ്ങളെ ഞാൻ ചിരിപ്പിക്കും. ഇത് കുട്ടി പറഞ്ഞാലും ഇല്ലെങ്കിലും വിഷയം അങ്ങനെയാ. നിങ്ങൾ ഉസ്താദിനെ റാഹത്താക്കിയ നിങ്ങളെ നമ്മൾ റാഹത്താക്കും. ഇതിവിടെ പറഞ്ഞ എന്തിനാ? ഉസ്താദ് എങ്ങനെ ചിരിക്കുന്നു, ഉസ്താദിനെങ്ങനെ ക്ഷമിക്കാൻ കഴിയുന്നു, എന്തൊക്കെ അറിഞ്ഞുകാണും ആ മനുഷ്യൻ. സുബ്ഹാനല്ലാഹ്, കേട്ട നമുക്ക് ഇത്ര അത്ഭുതമുണ്ടെങ്കിൽ അനുഭവിച്ച ഉസ്താദിന്റെ ജീവിതത്തിൽ എത്ര 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 ഘട്ടങ്ങൾ കഴിഞ്ഞുപോയി കാണും. ഇല്ല, പഠിപ്പിച്ച ഉസ്താദിനെ വേദനിപ്പിച്ച കഥ അതിനൊന്നുമില്ല. പഠിപ്പിച്ച ഉമ്മയെ വേദനിപ്പിച്ച കഥയാർക്കും പറയാനില്ല. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ ബന്ധമുള്ള ഒരു സയ്യിദിന്റെ ക്ലിപ്പും ഒരു കുട്ടിക്കും ഉദ്ധരിക്കാറില്ല. അവിടുത്തെ കൂടെ കൂടിയ മുഴുവൻ വലിയ സയ്യിദന്മാരും ദീർഘായുസ്സ് കൊടുത്തു പഠിച്ചവര് എന്ന് പറയുന്നു, കരയുന്നു. അതാണ് കണ്ടത്. ആരെയും സമാധാനിപ്പിച്ച കഥയേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരാളുടെ വലുപ്പം നോക്കേണ്ടത് അവിടെ വെച്ച ഒരു മോൻ ദമ്പലടിക്കുമ്പോ ഓനെ വിളിച്ചിട്ട് ചോദിക്കണം, എന്താ ഇത് പറയണ്ട, എന്താ എന്റെ കഥ ഒന്ന് ചോദിച്ചു നോക്കണം. അവിടെ നിന്നാണ് അവൻ ഉഷാറാകേണ്ടത്. ഇങ്ങനെ എന്റെ ഉമ്മാക്ക് സുഖവും ഉപ്പാക്ക് സുഖവും എന്നെ സ്നേഹിക്കുന്ന എന്റെ ഉസ്താദുമാരും എന്റെ മശായിഖും എന്നോട് ബന്ധമുണ്ടെങ്കിൽ എന്റെ റബ്ബിന് എന്നോട് ബന്ധമുണ്ട്, എന്റെ റബ്ബിന് എന്നോട് ബന്ധമുണ്ട്. എന്റെ ഉസ്താദുമാരുടെ അൽഹംദുലില്ലാഹ് വല്ലാത്ത സിൽസിലയിൽ നിന്ന് എന്നെ തടയപ്പെട്ടാൽ എന്റെ റബ്ബുമായി എന്റെ ബന്ധം മുറിഞ്ഞിരിക്കുന്നു. ഒരു വയറിങ്ങനെ കണക്ട് ചെയ്തിട്ട് ജയിച്ചു കത്തിക്കണമായി അത് തൊട്ടാ തടയണ സാധനമല്ല ബന്ധം. ഒരടിമയ്ക്ക് യജമാനനുമായി ബന്ധമുണ്ട് എന്ന് അറിയാൻ വേറെ ഒരു അടിമയുമായി കണക്ട് ചെയ്യാനാണ് അള്ളാഹുവിന്റെ സംവിധാനം. അതാണ് അടിമയിലേക്ക്, അടിമയെ ഉടമയെ പരിചയപ്പെടുത്താൻ പറഞ്ഞേക്കലാണ് അല്ലാഹുവിന്റെ അന്നു മുതലുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന ശൈലി. പാരമ്പര്യം അതാണ് ഈ മതത്തിന്റെ. അതുകൊണ്ട് നമ്മളിലേക്ക് ഒരു അടിമ വന്നിരിക്കുന്നു. അവൻ അവന്റെ അല്ലാഹുവിന്റെ അവന്റെ റസൂലാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അടിമ നമുക്കിടയിൽ വരും. ആ അടിമയായിട്ട് നമ്മുടെ ബന്ധം അടിപൊളിയാണോ?
ഞാൻ അവസാനിപ്പിക്കുന്ന പ്രവർത്തകരുള്ള സദസ്സ്, മുഅ്മിനീങ്ങളുടെ സദസ്സ്, നാം ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട മാറ്റർ അതെന്റെ ഉമ്മയും എന്റെ ഉപ്പയും ഉസ്താദുമാരും എന്നെ സ്നേഹിക്കുന്ന എന്റെ സംഘടനാ പ്രവർത്തകരും എന്റെ ആളുകളൊക്കെ ഉള്ള ഈ കണക്ഷനൊക്കെ ഉണ്ടല്ലോ, എന്റെ ആഖിറത്തിലേക്കുള്ള ബന്ധമാണ്, എന്റെ ആഖിറത്തിലേക്കുള്ള ബന്ധമാണ്. അതിന് കൊറ്റം പറയരുതെന്ന് നമ്മുടെ കൽവിൽ ഉറപ്പ് വേണം. എന്ത് സംഭവിച്ചാലും ഇത് നമ്മുടെ ലക്ഷ്യമായി മാറണം. ഇങ്ങനെ ലക്ഷ്യബോധമുള്ള ഒരു പ്രവർത്തകന് പിന്നെ തളരേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് ലക്ഷ്യബോധമുള്ള ഉസ്താദിന് തളർച്ചയില്ലാത്തത്. ഇതൊക്കെ നേടിയിട്ടാണ് ഉസ്താദ് ഇരിക്കുന്നത്. ഇതൊക്കെ ഉള്ളത് കൊണ്ടാ ചിരിക്കുന്നത്. അതില്ലെങ്കിൽ വിഷമം തന്നെയാണ്. വമാ അദാബി സിവാ ഹിജാബി വമാ നഈമി ഇല്ലാ ബിസ്വലി വമാ അദാബി സിവാ ഹിജാബി സിവാ ഹിജാബി വമാ നഈമി ഇല്ലാ ബിസ്വലി ഇല്ലാ ബിസ്വലി അല്ലാഹു 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 അല്ലാഹു. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനം, എന്റെ സുഖം എന്താണെന്നറിയോ? എന്റെ ഉസ്താദുമാരും എന്റെ ഈ പ്രസ്ഥാന ബന്ധങ്ങളും എന്നോട് മട്ടത്തിനാണ്. അതെന്റെ റബ്ബുമായി എനിക്കുള്ള ബന്ധത്തിനടയാളമാണ്. ഇത് എന്നോട് നിലനിൽക്കുന്ന സമയത്ത് എനിക്ക് സ്വർഗമാ. എന്റെ ദുഃഖം എന്റെ റബ്ബിന്റെയും എന്റെയും ഇടയിൽ വല്ല മറയും വന്നോ? എന്റെ ടെൻഷനതാ. ഭൗതിക പ്രാരാബ്ദങ്ങളെല്ലാം മോനെ തടസ്സത്തിന് തെളിവ്. അമ്പിയാക്കന്മാരുടെ ഇടയിലുള്ള കഥ നമുക്കറിയാം. അല്ലാഹുവുമായി ഏറ്റവും ബന്ധമുള്ള ആളുകൾക്ക് പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്, പ്രശ്നങ്ങൾ അവരനുഭവിക്കാറുണ്ട്. അതവരുടെ റബ്ബുമായി ബന്ധമുണ്ടെന്നതിന് തെളിവാണ്. എന്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോ ഞാനെന്താണ് ഇങ്ങനെയെന്ന് ചിന്തിക്കുന്ന പ്രവർത്തകൻ ഈമാനുള്ള പ്രവർത്തകനല്ല. ആരോപണങ്ങൾ വരുമ്പോ എന്തുപറ്റി എനിക്കൊന്ന് ചിന്തിക്കുന്ന പണ്ഡിതനല്ല. മറിച്ച് ആരോപണങ്ങൾ വരുമ്പോ ആരോപണങ്ങൾ മുത്തുനബിക്കെതിരിൽ വന്നല്ലോ. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്റെ ബന്ധത്തിന് കോട്ടമൊന്നുമില്ലല്ലോ. എന്റെ ബഹുമാനിക്കേണ്ടവരുമായിട്ടുള്ള ബന്ധം, ആദരിക്കപ്പെടേണ്ടവരുമായിട്ടുള്ള എന്റെ സ്നേഹം അത് നിലനിൽക്കുന്നുണ്ടോ? അതെന്റെ റബ്ബുമായി എനിക്കുള്ള ബന്ധമാണ്. അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനമാണ്. ആ ബന്ധം നിലനിൽക്കാൻ എന്താ വേണ്ടത്? ഉസ്താദുമാരുടെ മനസ്സിൽ നിന്ന് അകലാതിരിക്കാൻ എന്താ വേണ്ടത്? മോനെ, അകലാൻ വേണ്ടി നീ പാടുപെടണം. വളരെ ശ്രദ്ധിക്കണം. ഉസ്താദുമാരുടെ കൽബിൽ നിന്ന് അകലാനാ നീ പാടുപെടേണ്ടത്. അകലാനാ നീ പാടുപെടേണ്ടത്. ആവശ്യമില്ലാത്തത് പറയരുത്, ആവശ്യമില്ലാത്തത് കേൾക്കരുത്, അനാവശ്യ കുത്തുകെട്ടുകൾ കൊണ്ട് നടക്കരുത്. ഇത് നീ ഉണ്ടാക്കുകയാ. ഉസ്താദിന്റെ കൽബിൽ നിന്ന് അകലാനുള്ള പ്രയാസപ്പെട്ടുകൊണ്ട് നീ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങളാണത്. അത് നീ ചെയ്തു കൂട്ടുന്നതാണ്. നിനക്ക് അകലാതിരിക്കാനുള്ള മാർഗം ഇജിങ്ങനെ ജീവിച്ചാ മതി, പറഞ്ഞതുപോലെ ഇങ്ങനെ നടന്നാ മതി. ആവശ്യമില്ലാത്തത് ഞാൻ കേൾക്കൂല. ഉസ്താദിനെ കുറിച്ച് ആരോ പറയുന്നു, എനിക്കത് കേൾക്കണ്ട. എന്തോ എഴുതിയിട്ടുണ്ട്, എനിക്കത് വായിക്കണ്ട. അത് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് എഴുതിയാൽ എനിക്കത് വായിക്കണ്ട. മാതൃഭൂമി ഇതുവരെ കണ്ടിട്ടില്ലാത്തവനാ ഇത് പറയുന്നത്. അത് കേട്ടിട്ട് ഇന്ന് വരെ ഞാനത് കണ്ടില്ല. ഞാൻ ആരെഴുതിയാലും വായിക്കാറില്ല. എന്തിനാ റബ്ബേ അത് കാണാൻ? എനിക്കത് കേൾക്കാൻ കഴിയില്ല. അതിനെനിക്ക് നേരവുമില്ല. പിന്നെന്തിനാ നമ്മൾ അകലാൻ അവസരമുണ്ടാക്കുന്നത്? വേണ്ട. ക്ലിപ്പുകൾ നിറഞ്ഞ കാലഘട്ടം, പ്രഭാഷണങ്ങളും അതും ഇതും അങ്ങനെയും ഇങ്ങനെയും വഴിതെറ്റിപ്പോകുന്ന കാലം. വേണ്ട മോനെ. ഉസ്താദിന്റെ കുറ്റാണോ? അതേത് ഉസ്താദാണെങ്കിലും തെറിയാണോ? എനിക്ക് വേണ്ട.
ഗീബത്താണോ എനിക്ക് വേണ്ട. കേട്ടുപോകരുത്, ഇരുന്നു പോകരുത്, ശ്രമിച്ചു പോകരുത്, വായിച്ചു പോകരുത്. ഇത് നിർബന്ധമാണ്. ഒരു പ്രവർത്തകന് SBS-കാരനോടാ ഞാൻ പറയുന്നത്, എന്നോടാ ഞാൻ പറയുന്നത്. പിന്നെ SSF-കാരനും SYS-കാരനും തുടർന്നുള്ള ആളുകളും ഗീബത്ത് വലിയ തെറ്റാ. അതാരെ കുറിച്ചായാലും തെറ്റാണ്. അത് അനുവദിക്കപ്പെട്ട ചില ഗീബത്തുണ്ടെന്ന് ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് പണ്ഡിതന്മാരത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തുകൊള്ളും. നമ്മൾ അതിലിടപെടേണ്ട. ഉസ്താദിനോട് എനിക്ക് സ്നേഹമുണ്ട്. മരണം വരെ എന്റെ രക്ഷയ്ക്ക് റബ്ബന്റെ കൽബിൽ അത് നിലനിർത്തി തരട്ടെ. ഉസ്താദിനോട് നമുക്കൊക്കെ ബഹുമാനമുണ്ട്. നമ്മളെ രക്ഷപ്പെടുത്താൻ നമ്മളെ കൽബിൽ അത് നിലനിർത്തി തരട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉസ്താദുമാരോട് ഞങ്ങളുടെ ബന്ധം നിലനിർത്തണേ അല്ലാഹ്. മോനെ, നീ എത്ര പണ്ഡിതനായാലും, നീ എത്ര പൈസ ഉണ്ടാക്കിയാലും, നീ ഏത് ഇംഗ്ലീഷ് പറഞ്ഞാലും, നിന്നെ ഉമ്മാനെ ഉമ്മാക്ക് ഇഷ്ടമില്ലാതെ നീ തുടങ്ങിയ ബിസിനസ് ഒരു കാലത്ത് തകരും മോനെ. അതല്ലെങ്കിൽ നീ വിരല് കടിക്കുന്ന ഒരു ഘട്ടം അല്ലാഹു നിനക്കുണ്ടാക്കിയിട്ട് മരിക്കും മുമ്പ്, ഉമ്മ മരിക്കും മുമ്പ്, ഉപ്പ മരിക്കും മുമ്പ്, ഉസ്താദുമാര് പിരിയും മുമ്പ് തിരുത്തലാണ് ബുദ്ധി, തിരുത്തലാണ് ബുദ്ധി, തിരുത്തലാണ് ബുദ്ധി. അല്ലാഹുവേ, ഞങ്ങളെ കൂട്ടുകാർ, ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആർക്കെങ്കിലും തെറ്റിദ്ധാരണ വന്നെങ്കിൽ അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുത്ത് അവരെയും ഞങ്ങളെയും ശാശ്വതമായ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഉസ്താദിന്റെ സംഘടനാ പ്രവർത്തനത്തിൽ പ്രശ്നങ്ങളുടെ സ്ഥലത്ത് പോയിട്ട് ഉസ്താദ് ദേഷ്യം പിടിക്കേണ്ടവരോട് ദേഷ്യം പിടിക്കും. നമുക്ക് അതിനുള്ള പാഠം. ഉപ്പ മകനോട് ദേഷ്യം പിടിക്കുന്നത് അയൽവാസി കണ്ടിട്ട് ആ മോനെ തല്ലരുത്. മോന്റെ അടുത്ത് തെറ്റ് കണ്ടപ്പോ എന്ത് ചെയ്ത് ഇവിടെ വേറെ കാണിച്ചിരണം അന്റെ കാലിന്ന് ഞാൻ ഒടിക്കോടാന്ന് പറഞ്ഞു വാപ്പ. അപ്പൊ അയൽവാസിയായ മൂപ്പരെ കൂട്ടുകാരനുണ്ട്, ഉപ്പന്റെ കൂട്ടുകാരൻ. മൂപ്പരോട് നിങ്ങൾ 3-4 ദിവസമായി കാലൊടിക്കാൻ കാണിപ്പിക്കുന്നു പറഞ്ഞു. നിങ്ങളെ ചെക്കന്റെ കാലൊടിക്കാൻ തൽക്കാലം കഴിയുന്നു എന്നുള്ളത് അവൻ തണ്ടും നിലയിലുള്ള നല്ലൊരു ചങ്ങായിയാണ്. ഒരു പണി ഞാനും ഒടിക്കാം. മെറ്റോനുണ്ട് ഒരു സുബൈക്ക് എന്നെ കൊടാലിയായിട്ട് വന്നു വരും. എന്താണത്? ഇനി എനിക്ക് നിങ്ങളെ മോനെ വെച്ച നിങ്ങളെ കാല് ഓന്റെ കാല് ഞാൻ ഒടിക്കുന്നു. സത്യത്തിൽ ഇവിടെ നടക്കുന്നത് എന്താണെന്നറിയോ? ഈ ആള് പാനെ സ്നേഹിക്കാണ്, സമാധാനിപ്പിക്കുകയാണ്. ആലോചിക്കാണ്. ഈ ആളിപ്പോ ചെയ്യണെന്താ? നിങ്ങൾ ഇഞ്ഞു ബുദ്ധിമുട്ടാൻ പാടില്ല. കരയണമല്ലോ, ഓൻ കരഞ്ഞിട്ടാ പറയണത്. നിങ്ങൾ ഇഞ്ഞു ബുദ്ധിമുട്ടാൻ പാടില്ല. നിങ്ങൾ കുറെ നേരം നിങ്ങൾ പ്രയാസപ്പെട്ടു. എനിക്കത് മനസ്സിലായി, അധികം മനസ്സിലായി. ഇനി വന്ന കാലം ഞാൻ വെച്ചൂല. അപ്പോ അല്ല മാറുമാ ഞങ്ങൾ നോക്കിക്കോട്ടെ. ഇപ്പ ഇന്നലെ പറഞ്ഞ ഭാഷ മാറിയിട്ടാ, മാറി. അപ്പം നിങ്ങളതൊക്കെ പറയും. ഞാൻ വിടാൻ തയ്യാറല്ല. ഞാനിത് വക വരുത്തിയിട്ടുള്ള അടുത്ത പരിപാടിയുള്ളൂ. നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് വേണ്ട ഞാൻ പറഞ്ഞ അല്ല എനിക്ക് ഇങ്ങോട്ട് വലിയ ഇഷ്ടമുണ്ടോ? മാറുന്നില്ല. അപ്പൊ എനിക്ക് ഇവനോട് എന്തോ ഉറപ്പുണ്ട്. അങ്ങാടിയിൽ എന്തോ വെച്ചറുണ്ടായിട്ടുണ്ട്. സ്വാഭാവികല്ലേ? അപ്പൊ അതുകൂടി കേപ്പിട്ട് കടിക്കുകയാ. അല്ലാഹുമാക്കട്ടെ. അങ്ങനെ ഒരു സ്നേഹം വേണ്ട ഞാൻ പറഞ്ഞു. അപ്പൊ ഉപ്പ പറയും, മാറണ ഇനിയും മാറിയില്ലെങ്കിൽ പുറത്തിട്ട് കൈച്ചടക്കുന്നത് ആരാ? നീ സ്നേഹം പറഞ്ഞ ഉപ്പ നിന്നെ പുറത്താക്കി കൈച്ചടക്കും. ഉപ്പച്ച് ചൂടായത് മോനെ സ്നേഹിച്ചിട്ട് ചൂടാന. അതുകൊണ്ട് AP ഉസ്താദ് നമ്മുടെ വിഷയം ഒരു രാഷ്ട്രീയക്കാരനോട് ചൂടായി കിടക്കി സ്നേഹം ആരും ഒരു രാഷ്ട്രീയക്കാരന് മറക്കരുത്. ഞാൻ അതിനാണിത് പറയുന്നത്. ഒരു രാഷ്ട്രീയക്കാരന് മറക്കരുത്. ഒരു മുതലാളിയോട് ദേഷ്യം എന്നാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുതലാളിയോടുള്ള സ്നേഹമാണ്. ഇത് തൊട്ടടുത്ത് തോളത്തിരിക്കുന്നവൻ പറഞ്ഞു കൊടുക്കണം. അതെ ഉസ്താദ് ചൂടായ പേടിക്കണ്ട, എന്തൊരു ഹൈറുണ്ട്. ഉസ്താദ് എല്ലാവരും സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അതേതോ രാഷ്ട്രീയ കയ്യടി പ്രതീക്ഷിക്കുന്ന വേദിയിലൊക്കെ സ്നേഹം എന്ന് പറയുമ്പോൾ നിങ്ങളെ നിരക്ക് ചെയ്യുമ്പോൾ സ്നേഹം പോണ ഒരു കാര്യം ഉറപ്പിച്ചോളൂ. ഉമ്മച്ചിക്ക് സ്നേഹം തന്നെ എപ്പോഴും ഉമ്മച്ചി ചിരിക്കലില്ല. എന്റെ ഉപ്പാക്ക് എന്നോട് ഇഷ്ടം തന്നെ. എപ്പോഴും ഉപ്പയ്ക്ക് മുട്ടായി തരൂല. സ്വഭാവം അറിയില്ല. ഉപ്പ ചിലപ്പോ പറയും മോനാണോ? അങ്കൽ മനസ്സിലാവണം, അല്ലെങ്കിൽ മോനല്ല. അപ്പൊ സംഘടനയിൽ ഉസ്താദിന്റെ ശിക്ഷണങ്ങളിൽ ഒരാളായ എനിക്ക് എന്നോട് ദേഷ്യം പിടിക്കേണ്ട സമയത്ത് ദേഷ്യം പിടിക്കാനുള്ള അവസരം ഞാൻ എന്റെ ഉസ്താദിനെ കൊടുക്കാത്ത കാലത്തോട് ഞാൻ എന്ത് ശിക്ഷ? ഒരു കളരിക്കളത്തിൽ
അമ്പലത്തിൽ പോയി ആശാന്റെ കയ്യിലേക്ക് കാര്യമേൽപ്പിച്ചു കൊടുത്തത് കയ്യും കാലും നീക്കണമെന്ന് പറഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും പറഞ്ഞു തരുന്ന സമയത്ത് ആശാന്റെ മുഖത്ത് നോക്കിയിട്ട് ഇഷ്ടാന് തീർക്കാൻ നിന്ന് പിന്നെ ഇവരെന്ത് തലരി പിടിക്കാനാവുന്നില്ല. പൊക്കാൻ പറഞ്ഞാൽ കാല് പൊക്കുക, ഇരിക്കാൻ പറഞ്ഞ ഇരിക്കുക, അത് കളരിയില്ലേ. ഒരു ഡോക്ടർക്ക് ഓപ്പറേഷൻ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അവർ പോലെ എഴുതി കഴിഞ്ഞാൽ ഡോക്ടറെ അതിന്റെ അർത്ഥം ഈ സ്പെല്ലിംഗ് ചെയ്തെന്ന് മനസ്സിലാക്കി തരുമോ? ഇത് വിശദീകരിക്കോ? ഒരു കടവുള്ളൂ അല്ലെങ്കിൽ പുറത്താക്കിട്ട് വേറെ അവിടെ ഒക്കെ നമ്മൾക്ക് തല കുനിക്കാം. ഏത് നിരീശ്വരവാദ്യം അങ്ങനെ അവരുടെ നമ്മൾ പോയിട്ടാ. ഈ നിരീശ്വരവാദികൾക്ക് പൊതുവെ ഇത്തരം കാര്യങ്ങളൊക്കെ അംഗീകരിക്കണം വലിയ വേദന. എന്തൊരാൾക്ക് സംഭവിച്ചു കൊടുക്കാൻ ഒരാൾ പറഞ്ഞങ്ങനെ കേൾക്കാൻ നമുക്ക് ബുദ്ധി പോകുന്നില്ലേ? നമുക്കെന്തൊന്ന് ആലോചിച്ചൂടെ? ഇങ്ങനെ പലരും പറയും പുസ്തകങ്ങനെ പറഞ്ഞിട്ട് നമുക്കെന്താ ബുദ്ധി പോകുന്നില്ലേ എന്നാ നമുക്കൊന്ന് ആലോചിച്ചൂടെ? ഇത് നിരീശ്വരവാദികൾ വരെ പനി പിടിച്ചു കഴിഞ്ഞാൽ വെച്ചാളെ ഇതിനെ ഗുളിക അർത്ഥം വെക്കാതെ എടുത്തു കുടിക്കും. പനി പിടിച്ച അല്ലാഹുവിനെ നിഷേധിക്കുന്നവൻ ഖുർആനിൽ എഴുതിയത് അർത്ഥം വെക്കാതെ വലിച്ചു കുടിക്കാറില്ലേ? ആ വൈദ്യയുടെ കഴിക്കുന്ന കഷായം, വൈദ്യരെഴുതിയ കഴിക്കുന്ന കഷായം പേന്താറില്ലേ? നിന്റെ ഊരക്ക് സുഖമില്ലാതെ വന്നപ്പോ, തണ്ടലിനൊരു കഴപ്പ് സംഭവിച്ചപ്പോ ആദ്യം നിനക്ക് ആശാനാണോ നിന്റെ ദൈവം? എന്തിനെ ആശാൻ എഴുതിയത് കയ്പുണ്ടെങ്കിൽ ഞാൻ കുടിക്കില്ല. കാരണം പ്രകൃതിപരമായിട്ട് കയ്പൊരു വിഷയമുള്ള കാര്യമാണ്. അത് വേണ്ട, എന്റെ നാവിന് രുചിയുണ്ടാവോ എന്നാ ഇവരാണല്ലോ അത്തരം പടിവാതിൽക്കലുകൾ കൂടുതൽ ക്യൂ നിൽക്കുന്നത്. പൊന്നു മോനെ, എവിടെ പോയാലും തലകുടിക്കണം. അത് ഈ ഭൂമിയിൽ അല്ലാഹുവിന്റെ സംവിധാനം. സൃഷ്ടാവിന്റെ മുമ്പിൽ തലകുണിക്കാത്തവൻ സൃഷ്ടിയുടെ മുമ്പിൽ തലകുണിക്കുന്നുണ്ട്. എന്നിട്ട് സൃഷ്ടാവിന്റെ മുമ്പിൽ ഞാൻ കുടിക്കൂല, ഞാൻ വലിയ സംഭവമാണെന്ന് പറയുന്നത് സൃഷ്ടിയുടെ മുമ്പിൽ തലകുണിക്കേണ്ടി വരുന്നുണ്ട്. തലകുടിക്കണം. പിന്നെ ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, ഒക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകുള്ളൂ. ദുന്യാവിന് ഡ്രൈവിംഗ് പഠിക്കില്ല, നീന്തം പഠിക്കില്ല, ഒന്നും ചെയ്യില്ല. അത് അതിന്റെ പ്രവർത്തനത്തിന്റെ കോലത്തിൽ നിന്ന് ഇങ്ങനെ പഠിക്കണം. അപ്പൊ നീന്തം പഠിക്കണ സമയത്ത് പത്തത്തെ കൊണ്ടുപോയി ചിലപ്പോൾ വെള്ളം കുടിക്കും. അപ്പൊ മണ്ടരുത്, അടച്ച് പിന്നെ പക്ഷേ ഞാൻ ശരിയായിക്കോ. ഇവ മണ്ടാണ്. ഉസ്താദിന്റെ കൂടെ ഞാനിപ്പോ നീന്തം പഠിക്കാൻ ഇറങ്ങിയപ്പോ ഞാനൊന്ന് മുങ്ങി വെള്ളം കുടിച്ച് ഈ കോലത്തിലുള്ള പടമൊന്നും എനിക്ക് വേണ്ട, ഞാൻ ഒഴുകി പോയി പഠിക്കട്ടെ. ഞാൻ റൂമിൽ പോയി ഇരുന്നിട്ട് എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റ് എഴുതി പഠിച്ച് ഒരു കൈ മുന്നിൽ, അടുത്ത ഇടത്ത് കൈ മുന്നിൽ, അപ്പോഴത്തേനും വലതുകാലം അടിച്ച് ഇടതുകാലം നീട്ടിവെച്ച് മുന്നോട്ട് പതിക്കുക. കാണാതെ പഠിച്ചത് കുളത്തിൽ വന്ന് നടുക്കാണ് ചാടി. എന്തായിരിക്കും കുരുത്തമില്ലാതെ വായിച്ചു പഠിച്ചത് പ്രബോധകനായി മാറിയാൽ ചത്തുപോകും. കാത്തുരക്ഷിക്കട്ടെ അമ്മ, കാത്തുരക്ഷിക്കട്ടെ അമ്മ, കാത്തുരക്ഷിക്കട്ടെ. അതിന്റെ വേദനകൾ തിന്നാൻ നീ തയ്യാറല്ലായിരുന്നുവെങ്കിൽ ഉമ്മ ഞാനെങ്ങനെ മകനായി നിങ്ങൾക്ക് കിട്ടും? വേദന തിന്നിട്ടല്ലേ ഒരു മകനെ ഉമ്മ ആസ്വദിക്കുന്നത്? സുഖമുണ്ട്, ശേഷം ദുഃഖമുണ്ട്, അത് കഴിഞ്ഞിട്ട് സുഖമുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെയും ദുഃഖമുണ്ട്. ഇത് സുഖവും ദുഃഖവും കലർന്നു കിടക്കുന്ന ലോകമാണ്. ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഞാൻ പറഞ്ഞത് എന്താ? ആ ഉമ്മയുടെ സ്നേഹമുള്ള മകൻ, ആ അമ്മ സ്നേഹമുള്ള മകനോട് ദേഷ്യം പിടിക്കുന്നത് കേട്ടിട്ട് നിങ്ങളാരും ബേജാറാകുന്നില്ല. തൊട്ടത് എത്തിയാൽ തോന്നിയാൻ പറ്റില്ല. അല്ല, കുറെ നേരമായല്ലോ, തോന്നിയാൽ മതി. ഉസ്താദ് ഇങ്ങനെ വരും. നമുക്ക് പിന്നെ ഉസ്താദ് വരുന്നതിന് മുമ്പ് തിരക്കുള്ള ആരുമില്ല. ഉസ്താദിന്റെ അത്ര തിരക്കുള്ള ആരും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് തിരക്ക്? അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അപ്പോ ആ ഉപ്പ ചൂടാവുമ്പോ അവിടെ തിരിച്ചറിയേണ്ട ഒരു സംഗതി ഉണ്ട് മോനെ. ഒരു വാപ്പയും മോനുള്ള കളിയാണ്. ഇജ് പടി ഇജ് കാലൊടിച്ചോ? ആരെ? അന്റെ മോന്റെ ഇതാണ് അപ്പ പറയാ. അപ്പന്റെ മോന്റെ കാര്യം, അന്റെ മോന്റെ കാര്യത്തിൽ അന്ന മറുപടിയാണ് ആ ഉപ്പാക്ക് മകന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ആ മോന്റെ കാര്യം കൈകാര്യം ചെയ്യാനിച്ചു, എന്നാ പിന്നെ അന്റെ മോന്റെ കൈകാര്യം ചെയ്യാൻ മോനും അങ്ങനെ ഇതെന്തിനു പറഞ്ഞു? ഞാൻ ബന്ധങ്ങൾ ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു പ്രവർത്തകൻ, മുതിർന്ന പ്രവർത്തകൻ രംഗം പിടിച്ചാൽ ഇവൻ കാണിച്ചത് നേതൃത്വം എന്തെങ്കിലും പറഞ്ഞാൽ കാട്ടുക. ഇതൊരു അതപുള്ള മേഖല തന്നെയല്ല, ഒരിക്കലുമല്ല. പറയാൻ കഴിയില്ല. അത് പതിക്കും ഉറപ്പാ. പിന്നെ ഉപ്പന്ന് ഞാനൊക്കെ ഓതാൻ പോണ കാലം ഉപ്പന്ന് പൊക്കി കൊണ്ടുപോയില്ലെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അന്ന് ദുഃഖ സുഖ തൊലപ്പിനാൽ ആയുധമല്ലേ വൈദ്യ അഭാ അയ്യക്കൂനയില്ല. നമ്മൾ അള്ളാനെ വിചാരിച്ചിട്ടൊന്നല്ലത് തുടങ്ങിയത് ഇവിടുത്തെ ഓരോ സാഹചര്യം, നാട്ടു സാഹചര്യം ഒക്കെ തുടങ്ങിയിട്ട് നമ്മളിപ്പോ പ്രവർത്തകനായിട്ടൊക്കെ മാറി കൂടുതൽ ആലോചിക്കണമൊന്നുമില്ല. പിന്നെയാണ്
എത്ര പ്രവർത്തകന്മാർ പിന്നെ ഉസ്താദിനെ കാണുന്നുണ്ട്, എപ്പോഴെങ്കിലും ഒന്ന് കാണാൻ കാത്തിരിക്കുന്നവരുണ്ട്. ആദ്യമൊക്കെ കണ്ട് തുടങ്ങി, പിന്നെ ഉസ്താദിനെ കണ്ട്, പിന്നെ ഉസ്താദിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിച്ച്, പിന്നെയാണ് ഞാൻ തുടങ്ങാൻ ഞാൻ ഓനാണെങ്കിൽ തുടക്കാൻ കൊണ്ടുപോയത്. പിന്നെ ഓൻ പിടിച്ചിട്ടും പോകാൻ തോന്നുന്നില്ല. ഇതാണ് തുടങ്ങുന്നത് അങ്ങനെ. പക്ഷേ തുടങ്ങി കുറെ എത്തുമ്പോ പിന്നെ ഒടുങ്ങുന്നത് എന്താ അങ്ങനെ? അപ്പൊ ആത്മാർത്ഥമായി തുടങ്ങിയവൻ പിന്നെ പിറകോട്ട് പോകില്ല. സുഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്ക് യാത്രയില്ല, വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് യാത്രയില്ല, വലുതിൽ നിന്ന് ചെറുതിലേക്ക് യാത്രയില്ല. അള്ളാഹുവിനെ പുൽകുക, അമ്പിയാക്കന്മാരെ പുൽകുക. അള്ളാഹുവിനെ പുൽകുക അഥവാ അമ്പിയാക്കന്മാരെ പുൽകുക, അഥവാ ഔലിയാക്കന്മാരെ പുൽകുക, അഥവാ ഉലമാഇനെ പുൽകുക. അവരെ ഖൽബിൽ കൊണ്ടു നടക്കുക. ഈ ബന്ധമാണോ? ഈ ബന്ധമാണ് ആ ബന്ധം. അതാണ് അതിന്റെ അപ്പുറത്തെ ബന്ധം. അവിടെ നിന്നാണ് എങ്ങോട്ട് ബന്ധം. ഇങ്ങനെ ഒരു ബന്ധമല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല. ഉമ്മയോട് പ്രശ്നം ഉണ്ടായിട്ട് മുത്തുനബിയെ സ്വീകരിച്ച ഒരാളുണ്ട്. ഉമ്മയോട് പ്രശ്നമുണ്ടായി മുത്തുനബിയുടെ അരികിൽ അതിലും വലിയ ബാബില്ല, അതിലും വലിയ കവചമില്ല. അവിടെ നിന്ന് തിരിച്ചു പോകണം. ഉമ്മയുടെ സമ്മതം കിട്ടണം. ഉമ്മ തൃപ്തിപ്പെട്ടാൽ ഞാൻ ഡോർ തുറക്കാമെന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തകനായ ഞാൻ അയൽവാസിനെ, നാട്ടിലെ സയ്യിദന്മാരെ, നാട്ടിലെ മുത്താലിമീങ്ങളെ ഉസ്താദിനോട് ബഹുമാനിച്ചിട്ട് ഒരു മുത്താലിമിന്റെ തോളത്തിൽ ചാടി കിടക്കി. ഒരു ഉദാഹരണം, ഉസ്താദിനായിട്ട് വലിയ കമ്പനിയായിട്ട് വലിയ കോടീശ്വരനായിട്ട് ഉസ്താദിനായിട്ട് ബന്ധപ്പെടുമ്പോ ഒരു മുത്താലിമിനെ ഞാൻ നിങ്ങളെ വീട്ടിൽ വലിയ ഭക്തും കാര്യങ്ങളൊക്കെ നിന്നൊക്കെ, അത് നാടൻ രാഷ്ട്രീയ ബന്ധമാണ്, പ്രവർത്തനങ്ങൾ ബന്ധമല്ല. അല്ല, അയിൽമിനെ ബഹുമാനിക്കണം, അഹിൽബൈത്തിനെ ആദരിക്കണം, ഉസ്താദുമാർക്ക് ബഹുമാനം കൊടുക്കണം, മാതാപിതാക്കൾക്ക് ആദരവും ബഹുമാനമൊക്കെ കൊടുക്കണം. ഏതോ ഒരു കുട്ടിനെ തല്ലിയല്ലോ, ഇനി ഞാൻ എന്റെ മനോട് കൊണ്ടുവന്ന് പറയുന്നത്, ഏതോ ഒരു ഉമ്മ ഒരു ക്രൂരമായ ഒരു കുട്ടിയെ കൊന്നാലോ എന്റെ അമ്മാനെ ഇനി ഞാൻ നോട്ട് പോകൂല എന്ന് പറയല്ലേ. അതവിടെ മാത്രമല്ല, എല്ലായിടത്തും അങ്ങനെ. ഏതോ ഒരു കുഞ്ഞൻ ഒരു ഉമ്മയെ കൊന്നെന്ന് കേട്ടിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് ഉമ്മ നിന്നെ അടിച്ചിട്ടുണ്ടോ, നിന്നോട് ദേഷ്യം പിടിച്ചിട്ടുണ്ടോ, നിനക്ക് ഭക്ഷണം തരുന്നിടത്ത് ഒന്ന് പിറകോട്ടി നിന്നിട്ടുണ്ടോ, നിന്റെ സ്ഥലത്തിന്റെ സമയത്ത് വേദന കാട്ടിയിട്ടുണ്ടോ? സ്വന്തം മകൻ ഉമ്മനെ കൊന്നാലമ്മ ആ ഉമ്മ കരയാ. എന്നിട്ട് മോചന്റെ അന്ന് മുന്നിൽ എനിക്ക് അന്നെ കാണുമ്പോൾ ദേഷ്യം പിടിക്കാൻ ഉമ്മ പറഞ്ഞിട്ടില്ല. ഉമ്മന്റെ സ്നേഹ ഏതോ ഒരു കഥ വായിക്കുക. ഇത് നമ്മൾ ഇവിടേക്ക് സൂട്ടാക്കി. ആത്മാർത്ഥത ഇല്ലെങ്കിൽ അത് നടക്കും, ആത്മാർത്ഥത ഇല്ലെങ്കിൽ അത് നടക്കും. അപ്പൊ നമ്മുടെ ആദരവിന്റെ ലോകം, ആലിമീങ്ങളെ, ഉസ്താദുമാരെ, ഈ മേഖലയെ നമ്മൾ ആദരിച്ചതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ ആദരവ്, ആ അംഗീകാരം അത് കൽബിലങ്ങ് ഉറച്ചാൽ നമുക്ക് അതാണ് ഏറ്റവും വലുത്. ആ ഉസ്താദിന്റെ വാക്ക് അതാണ് നമുക്ക് വരും. പിന്നെ സൈഡിൽ കൂടെ ജനത കൊടുക്കേണ്ട കാര്യം നമുക്കില്ല. സൈഡിൽ കൂടെ അന്വേഷണത്തിന് നമുക്ക് നേരവും ഇല്ല. അല്ലാഹുവേ, ഉസ്താദിന് ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് ലക്ഷ്യബോധമുള്ള ഒരു വലിയ മനുഷ്യനാണ് നമുക്കിടയിലേക്ക് വരാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ത്വലാൽ ബദ്ർ നമുക്ക് സ്വീകരിക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരാവകാശികളാണ് ഉലമാക്കൾ. അത് ലോകത്തോട് നമുക്ക് ഇന്ന് അള്ളാഹുവിനോട് ബന്ധപ്പെടാൻ, അന്ന് അവർക്ക് അള്ളാഹുവിനോട് ബന്ധപ്പെടാനുള്ളത് മാർഗം തന്നെയുള്ളൂ. ഈ ലോകം പടച്ച കാലം മുതൽ ഒരാൾക്ക് അള്ളാഹുവിനോട്, റബ്ബിനോട്, യജമാനോട് ബന്ധപ്പെടാൻ ഉണ്ടായിരുന്ന വഴി അത് തന്നെ നിന്നുള്ളൂ. അതെന്താ? അള്ളാഹുവിന്റെ ദീൻ അതേറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നവരുടെ കൂടെ കൂടുക, അവരെ പഠിക്കുക. അതാണ് ഇന്ന് നമുക്കുള്ള മാർഗം. അതിന് നമ്മൾ അൽഹംദുലില്ലാഹ് ഖമറുൽ ഉലമ, സുൽത്താനുൽ ഉലമ, നമ്മളുടെ നേതൃത്വം നമ്മളടുത്ത് വരാമെന്ന് നമുക്കൊരു വലിയ സന്തോഷമാണ്. അപ്പൊ അതാണ് ഈ ത്വലാൽ ബദ്ർ ചൊല്ലുന്ന സമയം. മദീനയിലേക്ക് എല്ലാ പ്രകാശങ്ങളുമാണ് അവിടെ നിന്ന് കടന്നു വന്ന സമയത്ത് ആവേശവരിതരായ ഒരു ചെല്ലിയ വരികൾ നമുക്ക് ഉസ്താദിനെ ചൊല്ലിക്കൊണ്ട് സ്വീകരിക്കണം. അല്ലാഹു ദീർഘായുസ് മാഫിയത്തും അല്ലാഹു നൽകട്ടെ. അല്ലാഹു ദീർഘായുസ് മാഫിയത്തും നൽകട്ടെ. പരാജയബോധം അലട്ടാതെ, പരാജയബോധം അലട്ടാതെ
1000 മണ്ണിലെറിയ ഒരു പണ്ഡിതൻ. രണ്ട് വരി ഞാൻ ഉസ്താദിന് വരുമ്പോ എന്റെ കൽവിൽ ചില വരികൾ പരാജയബോധം അലട്ടാതരീരം വിജയത്തിൻ ഗിരിശങ്കങ്ങൾ കുടികളുയർത്തിയ താരം വിജയത്തിൻ ഗിരിശങ്കങ്ങൾ കുടികളുയർത്തിയ താരം ഉന്നതമായൊരു സ്വപ്നം കൽപ്പടവകളിൽ വിജയത്തിൽ ഉയരത്തിൽ നിന്നുയരം തേടും കാലടികൾ ഉന്നതമായൊരു ലക്ഷ്യത്തിൽ കൽപ്പടവുകളിൽ ഉയരത്തിൽ നിന്നുയരം തേടും കാലടികൾ പരാജയബോധം അലട്ടാതെ ധീരം വിജയത്തിൽ കൊടികളുയർത്തിയ താരം ഇതുവരെ പരാജയമെന്നൊരു ചിന്ത വന്നിട്ടില്ല. കൂടെയുള്ള പലവരും യാത്ര പറഞ്ഞുപോയി. ധൈര്യം കൊടുത്തിരുന്ന എത്രയോ പേര് അല്ലാഹുവിലേക്ക് യാത്രയായി. നേതൃത്വമായി ധൈര്യം കൊടുക്കാനുണ്ടായിരുന്ന ആത്മീയ പുരുഷർ പലവരും അവിടത്തേക്ക് മുമ്പേ യാത്ര പോയി. അവിടുത്തെ സമാധാനമായി കൂടെ നിന്നിരുന്ന അവിടുത്തെ ശിഷ്യഗണങ്ങളിൽ പോലും പ്രഗത്ഭർ യാത്രയായ കഥ നമ്മുടെ മുമ്പിലുണ്ട്. കൂട്ടുകാരൊക്കെ യാത്ര ചെയ്തിട്ടും ആ ശൂന്യതയാകുന്ന ആ വിടവ് തിരിച്ചറിയാതെ ഒരു പറ്റം സിംഹത്തിന്റെ ഇടയിൽ ഗർജിക്കുന്ന ഒരു രാജാവിനെ പോലെ എന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഉസ്താദിന് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഉസ്താദിന്റെ കാലത്ത് ഉസ്താദിന് വലിയ ധൈര്യം കൊടുത്ത് മുന്നിൽ നിന്ന ഉലമാക്കൾ എവിടെ? സയ്യിദവർകൾ ഉള്ളാൾ തങ്ങൾ അല്ലാഹുവേ പടത്തറബേ അവിടുത്തെ ദർജയേറ്റണേ അല്ലാഹ്, അവിടുത്തെ ദർജയേറ്റണേ അല്ലാഹ്, അവിടുത്തെ ദർജയേറ്റണേ അല്ലാഹ്. ഈ നഗരിൽ ആരറിയില്ല الله أكبر قولوا الله أكبر الله أكبر طلع البدر علينا من ثنيات الوداع ഞാൻ ചെറുതാക്കിയതാണ് ഞാൻ വലുതാക്കിക്കൊണ്ട് وجب الشكر علينا مدعا إليه داع طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. അല്ലാഹു ആ തങ്ങൾ നമുക്ക് എത്തിത്തരട്ടെ. ആമീൻ. أيها المبعوث فينا جئت بيان العطاء جئت شرف المدينة مرحبا يا خير داع طلع البدر علينا من ثنيات الوداع وجب الشكر علينا هدى لله داع طلع البدر علينا من ثنيات الوداع وجب الشكر علينا طلع البدر علينا من ثنيات الوداع وجب الشكر علينا من بنيات الوداع وجب شكر
مجالي الوداع أيها مبعوث فينا جئت بالأمر المطاع جئت شرف المدينة مرحبا يا خير داع طلع بدر علينا من ثنيات الوداع وجب الشكر علينا مدى الهدى الله أكبر.